أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. സൂറത്തുൽ ഹജ്ജ് 15. സൂറത്തുൽ ഹജ്ജ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മൻ കാന യظുന്നു അൻ ലൻ യൻസുറഹു അല്ലാഹു ഫിദ്ദുനിയാ വൽ ആഖിറതി فليمدد بسبب إلى السماء ثم ليقطع فلينظر هل يذهبن كيده ما يغيظ. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. لا يؤمن أحدكم حتى أكون أحب إليه من والده وولده والناس أجمعين. صدق محمد رسول الله. أحيا ربيع القلب شهر المولد كل الأنام بذكر مولد أحمد. يا رب صل نبي محمد منزل الخلائق من جهنم في غدي واعلموا أمة سيدنا ومولانا محمد. اللهم صل وسلم وبارك عليه. പ്രിയപ്പെട്ട വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ വിശുദ്ധമായ ഉല്ലവരിന്റെ തുടക്കത്തിൽ നമ്മൾ ഇന്നത്തെ ക്ലാസ് വിശുദ്ധമായ റബീഇലെ മൗലിദിന്റെ ഒരു വിളംബരമാക്കി മാറ്റണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈ റബീഉൽ അവ്വൽ 30 ദിവസങ്ങൾ ഷഫീഉനാ വ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകൾ പറയുകയും പാടുകയും ഓർക്കുകയും ചെയ്തുകൊണ്ടുള്ള ധന്യമായ ദിനരാത്രങ്ങളാവണം. അല്ലാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകട്ടെ. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓർക്കുക, അല്ലാഹുവിന്റെ ഹബീബിന്റെ മദ്ഹുകൾ പറയുക വലിയ പുണ്യമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ജീവിച്ച മുഴുവൻ മഹാന്മാരും മുൻഗാമികളായ മുഴുവൻ അയിമ്മത്തും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുകയും മദ്ഹ് പറയുകയും ചെയ്തവരാണ്. അതിലാർക്കും അഭിപ്രായ വ്യത്യാസം തന്നെ ഇല്ലായിരുന്നു. എവിടെയും അഭിപ്രായ വ്യത്യാസം വന്നിട്ടില്ല. ഇത് എന്ന് തുടങ്ങിയതാണ്, എവിടെ മുതൽ ആരംഭിച്ചതാണ് എന്നൊക്കെ പലപ്പോഴും ചർച്ച ചെയ്യാറുണ്ട്. ചിലപ്പോഴൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ഹിജറ 300 ശേഷം വന്നതാണ് മൗലിദ് കഴിക്കുന്ന പരിപാടി എന്നൊക്കെ കേട്ടിട്ടുണ്ടാകും. അതിന്
തഴവ ഉസ്താദിന്റെ ഒരു ഈരടി പലപ്പോഴും അതിന് തെളിവായിട്ടും കൊണ്ടുവരാറുണ്ട്. എഴുതിയ അദ്ദേഹത്തോട് ചെയ്യുന്ന വലിയൊരു അക്രമമാണ് സത്യത്തിൽ അത്. കാരണം അദ്ദേഹം എഴുതിയതിന്റെ താല്പര്യം 5000 ആട്ടും തലയും 10000 കോഴിയും ഒക്കെ പൊരിച്ചും ചുട്ടുമൊക്കെയുള്ള മൗലിദാഘോഷം മുളഫർ രാജാവിന്റെ കാലം മുതലാണ് മൗലിദാഘോഷം ഇത്ര വലിയ പരിപാടിയായിട്ട് വന്നത് എന്നാണ് അദ്ദേഹം എഴുതിയത്. കാരണം അതങ്ങ് കഴിഞ്ഞ് 4 വരി പിറകോട്ട് പോയാൽ മൗലിദ് കഴിക്കൽ വലിയ പുണ്യകരമാണെന്നും അതിന് വലിയ കൂലിയുണ്ടെന്നും ഒക്കെ അതിന്റെ തൊട്ടു പിറകിൽ തന്നെ പറയുന്നു. ഞാൻ അതിലേക്കൊന്നും കടക്കുകയല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ മൗലിദ് ആഘോഷിക്കുക എന്ന് പറയുന്നത് തെറ്റാണെന്ന് പറയാൻ തുടങ്ങിയിട്ട് എത്ര കാലായി? അത് മാത്രം ആലോചിച്ചാൽ മതി. മൗലിദ് ഹിജ്റ 300-ന് ശേഷം വന്നതാന്ന് പറയുന്നവർ ചിന്തിക്കേണ്ടത്, അത് ബിദ്അത്താണെന്ന് പറയുന്നവർ ചിന്തിക്കേണ്ടത് നമുക്ക് തെളിയിക്കാൻ കഴിയും. മൗലിദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലം തൊട്ടുണ്ട്. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. അല്ലാഹു തആല മുത്തനബിക്ക് കൊടുത്ത ഒരു ഉറപ്പാണ്. വറഫഅനാ ലക ദിക്റക, വറഫഅനാ ലക ദിക്റക. നബിയെ, തങ്ങളുടെ സ്മരണ നമ്മൾ തങ്ങൾക്ക് വേണ്ടി ഉയർത്തിത്തന്നു. തങ്ങളെ ഓർക്കാനും പറയാനും സ്മരിക്കാനും എന്നും ലോകത്ത് ആളുണ്ടാകും. അത് നമ്മളിവിടെ നിലനിർത്തും. തങ്ങളുടെ സ്മരണ വാനോളം ഉയർത്തും. അത് തങ്ങൾക്ക് വേണ്ടി ഉയർത്തും. തങ്ങൾക്ക് വേണ്ടി അതിനെ നമ്മൾ ഉയർത്തി തരും എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പടച്ച റബ്ബ് പറഞ്ഞത് നമ്മളൊക്കെ സാധാരണ വായിച്ചു വരുന്നതാണ്. സൂറത്തു ശറഹിലെ ഈ ഭാഗം എല്ലാവരും കണ്ടതാ, താഴെ അധ്യായത്തിൽ. ഞാൻ പറഞ്ഞു വന്നത് ഇത് ഇവിടെ ജോറാവും. ഒരിക്കലും ഇതിനൊരു ക്ഷീണം സംഭവിക്കില്ല എന്ന കാര്യം ഉറപ്പാണ്. ഒരു ചെറിയ തളർച്ച പോലും സംഭവിക്കുകയില്ല. അത് അനുദിനം ഉഷാറായിക്കൊണ്ടിരിക്കുകയായിരിക്കും. അതാണ് ബഹുമാനപ്പെട്ട ഇമാം ബൈളാവി റളിയല്ലാഹു അൻഹു വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊല എന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അവിടെ ഓർമ്മപ്പെടുത്തി. ഇമാം റാസി റളിയല്ലാഹു അൻഹു ഓർമ്മപ്പെടുത്തി. അവരൊക്കെ ഓർമ്മപ്പെടുത്തുന്നതാണ് വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊല. വരും നാളുകൾ നബിയെ കഴിഞ്ഞു പോയ നാളുകളെക്കാൾ നിങ്ങൾക്ക് ഖൈറാണ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം എന്താണ്? ഹാഷിയത്തു ശിഹാബ്, ഇമാം ബൈളാവിയുടെ തഫ്സീറിന്റെ വ്യാഖ്യാനാണ് ഹാഷിയത്തു ശിഹാബ്. അതിൽ എഴുതിയത് കാണാം, ഫയസീദുഹുല്ലാഹു ഇസ്സൻ ഇലാ ഇസ്സിഹി വശറഫൻ ഇലാ ശറഫിഹി യൗമൻ ഫയൗമ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അനുദിനം ഇസ്സത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കുകയും ഷറഫ് ഏറ്റിക്കൊടുക്കുകയും ചെയ്യുന്നു. അനുദിനം, യൗമൻ ഫയൗമൻ, ഓരോ ദിവസവും. ഞാൻ ചോദിക്കുന്നത്, മഹാന്മാരൊക്കെ ഈ പറഞ്ഞു വെച്ച വാക്കിന് യൗമൻ ഫയൗമൻ, അനുദിനം ഇതിങ്ങനെ ഉയർത്തിക്കൊണ്ടേയിരിക്കും പടച്ചോൻ. അതാണ് വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊല എന്ന് പറഞ്ഞെങ്കിൽ അതിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണ്? ഇന്നലത്തേക്കാൾ സജീവമായിരിക്കും ഇന്നത്തെ മൗലിദ് പരിപാടികള്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഓരോ ദിവസം കഴിയും തോറും ഇങ്ങനെ ഉഷാറായി വരുന്നതാണ്. എങ്ങനെയാണ് ഈ അർത്ഥം മഹാന്മാര് കൊടുത്തത്? പലപ്പോഴും വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊല എന്നുള്ളതിന് ലളിതമായ ഒരു അർത്ഥം പലപ്പോഴും പലരും കേൾക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ലോകം ദുനിയാവിനേക്കാൾ ഉത്തമമാണ്. അപ്പൊ അങ്ങനെ അർത്ഥം പറയുന്ന സമയത്ത് ഈ ഒരു അർത്ഥസാധ്യതയെ കുറിച്ച് അവർക്ക് കാണാൻ കഴിയില്ല. അവിടെയാണ് ഇമാം റാസിയെയും ഇമാം ബൈളാവിയെയും ഒക്കെ വായിക്കുമ്പോൾ മാത്രമേ അതിന്റെ അർത്ഥതലം മനസ്സിലാകൂ. ഒന്നും കൂടെ വിശാലമാണ് ഈ അർത്ഥതലം. വലൽ ആഖിറ, ആഖിറത്ത് എന്ന് പറഞ്ഞാൽ അവരർത്ഥം കൊടുത്തത് അയ്യാമുൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ അയ്യാമിൽ ഊല, അല്ലെങ്കിൽ അഹ്വാലുൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ അഹ്വാലിൽ ഊല. വരാനിരിക്കുന്ന അവസ്ഥകൾ അല്ലെങ്കിൽ വരാനിരിക്കുന്ന ദിനങ്ങൾ നബിയെ കഴിഞ്ഞുപോയ ദിനങ്ങളെക്കാൾ നിങ്ങൾക്ക് ഉത്തമമാണ്. അല്ലെങ്കിലും
വലൽ-ആഖിറതു ഖൈറുൽ ലക മിനൽ ഊല എന്ന് പറഞ്ഞതിന്റെ നേരെ അർത്ഥം വരാനുള്ളത് ആദ്യത്തേതിനേക്കാൾ നിങ്ങൾക്ക് ഖൈറാണെന്നാണ്. അതിന്റെ നേരെ അർത്ഥം അതാണ്. അതിന്റെ ഉദ്ദേശ്യമാണ് ദുനിയാവ് ഇപ്പൊ വന്നതാണ്, ആഖിറത്ത് വരാനിരിക്കുന്നതാണ്. അപ്പൊ അത് ആ പറഞ്ഞതിന് എന്തു വ്യാഖ്യാനവും ആവാം. അവിടെയാണ് ഇവർ പറഞ്ഞത് വല്ലാത്ത ഒരു വ്യാഖ്യാനമാണ് ഇതിനുള്ളത്. കാരണം മുത്തുനബിയെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും ഹബീബ് ഇങ്ങനെ ഉയരുകയായിരുന്നു. ഓരോ ദിവസവും നബി തങ്ങളുടെ ജീവിതത്തിലേക്കാട് എടുത്തു നോക്കിയാൽ ഓരോ ദിവസവും ഹബീബ് ഇങ്ങനെ പൊങ്ങി 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 വരികയായിരുന്നു. എന്നാൽ അത് വഫാത്തിന്റെ ശേഷവും തുടരുകയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉയർന്നു ഉയർന്നു ഉയർന്നു. എങ്ങനെ ഉയരുന്നു? അതൊക്കെ പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഉയരുന്നത്? കാരണം ഇന്നലെയുള്ള ഹബീബിനേക്കാൾ ഇന്നത്തെ ഹബീബ് ഉയർന്നു എന്ന് പറയാൻ കാരണം ഇന്നലത്തതിന്റെ ശേഷം കോടിക്കണക്കിന് അല്ലാഹു സ്വല്ലി അലാ മുഹമ്മദ് പറഞ്ഞു. നിസ്കരിക്കുമ്പോ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, പടച്ചോനെ മുഹമ്മദ് നബിയെ നീ വളർത്തനെ ഉയർത്തനെ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ. അപ്പൊ കോടിക്കണക്കിന് ആളുകൾ ഇന്നലത്തെ നിസ്കാരത്തിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് പറഞ്ഞു. ഇന്നും സ്വലാത്തുകൾ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മളും തിരുനബിയുടെ മദ്ഹ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അള്ളാഹുവിന്റെ ഹബീബ്, ആ ഹബീബിന് വളർച്ച അങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുകയാണ് ഓരോ സെക്കൻഡിലും. അതാണ് യസീദുഹു ഇസ്സൻ ഇലാ ഇസ്സിഹി വശറഫൻ ഇലാ ശറഫിഹി യൗമൻ ഫയൗമ. ഓരോ ദിവസവും അള്ളാഹുവിന്റെ ഹബീബിന് ഇസ്സത്തും ഷറഫും അള്ളാഹു ഇങ്ങനെ വർദ്ധിപ്പിച്ചു കൊടുക്കുകയാണ്. അതിന്റെ ഒരു തെളിവാണ്, അതിന്റെ ഒരു ഭാഗമാണ് സ്വലാത്ത് മജ്ലിസുകൾ സജീവമാകുന്നത്. അതിന്റെ ഭാഗമാണ് മദ്ഹ് മജ്ലിസുകൾ സജീവമാകുന്നത്, മീലാദാഘോഷങ്ങൾ സജീവമാകുന്നത്. നമുക്കൊക്കെ അറിയാലോ, പഴയ കാലത്ത് ഇങ്ങനെ ഇല്ലായിരുന്നു അല്ലെ? നമ്മളെയൊക്കെ കുട്ടിക്കാലത്ത് തന്നെ ആലോചിച്ചാൽ മദ്രസ അങ്കണത്തിൽ ഒതുങ്ങിക്കൂടിയിരുന്ന കുട്ടികളെയും മദ്രസ കുട്ടികളെയും മദ്രസ ഉസ്താദുമാരുടെ ഒരു പരിപാടിയായിരുന്നു റബീഉൽ അവ്വലെങ്കിൽ. ഇന്നതല്ല, ആബാലവൃദ്ധരായ ജനങ്ങളുടെ ഒരു വലിയ ആഘോഷമാണ് മീലാദാഘോഷം. റബീഉൽ അവ്വൽ 12 പണിക്ക് പോലും ചെറുപ്പക്കാർ പോകില്ല, ഒക്കെ ഒഴിവാക്കിയിട്ട് മുത്തുനബിക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. ഞാൻ പറയുന്നു, ഒരിക്കലും മുസ്ലിമീങ്ങൾ ഇതുകൊണ്ട് പരാജയപ്പെടൂല. ഉറപ്പാണ് ആ കാര്യം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചിട്ട് ഒരാളും പരാജയപ്പെടൂല. നോക്കൂ നിങ്ങൾ, ഫത്ഹുൽ മുഈൻ, ഞാൻ വേഗം മനസ്സിലാകാൻ വേണ്ടി പറയാം. ഫത്ഹുൽ മുഈൻ എന്ന കിതാബ്, ഈ കിതാബിന്റെ മഹത്വം ഉസ്താദുമാർക്ക് അറിയാം, വലിയ ഉസ്താദുമാർക്ക് അതിനനുസരിച്ച് അറിയാം, നമ്മളെപ്പോലെയുള്ള സാധുക്കൾക്ക്, ചെറിയ ആളുകൾക്ക് അതിനനുസരിച്ച് അറിയാം. അല്ലെ? നിങ്ങൾക്കൊക്കെ അറിയാം. ഫത്ഹുൽ മുഈൻ എന്ന് പറഞ്ഞാൽ വലിയൊരു കിതാബാണ്. അത് ഓതിയവരായിരിക്കും ഈ ഇരിക്കുന്നവരിൽ പലരും. കുറച്ചെങ്കിലും ഫത്ഹുൽ മുഈൻ ഓതാത്തവർ കുറവായിരിക്കും. ഈ ഫത്ഹുൽ മുഈന് വലിയ സ്ഥാനമാണ് നൽകുന്നത് മഹാന്മാരായ ആളുകൾ. ഈ ഫത്ഹുൽ മുഈൻ എന്ന കിതാബിൽ ഉൾക്കൊള്ളാത്ത ഒരു മസ്അലയുമില്ല. ഫത്ഹുൽ മുഈൻ കിതാബുൻ ശഅ്നുഹു അജബു ഹവാ മിനൽ ഫിഖ്ഹി മാ ലം യഹ്വിഹി കുതുബു. മറ്റു ഗ്രന്ഥങ്ങൾ ഉൾപ്പെടുത്താത്ത മസ്അലകൾ ഉൾപ്പെടുത്തി വെച്ച ഒരത്ഭുതകരമായ ഗ്രന്ഥമാകുന്നു ഫത്ഹുൽ മുഈൻ. അതാണ് അതിന്റെ അർത്ഥം. ഫത്ഹുൽ മുഈൻ കിതാബുൻ ശഅ്നുഹു അജബു. ഫത്ഹുൽ മുഈന്റെ കാര്യം ആലോചിക്കുമ്പോൾ അതൊരു അത്ഭുതമാണ്. ഹവാ മിനൽ ഫിഖ്ഹി മാ ലം യഹ്വിഹി കുതുബു. ലോകത്തൊരു ഗ്രന്ഥവും ഒതുക്കി വെക്കാത്ത, ഉൾക്കൊള്ളിക്കാത്ത മസ്അലകൾ അത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. സംഗതിയോ ചെറിയൊരു സാധനം. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ചെറുശോല ഉസ്താദൊക്കെ പറയാറുണ്ടായിരുന്നു, 10 വാള്യം ഉള്ള തുഹ്ഫ, ആ തുഹ്ഫയിൽ ഉള്ള മസല ചിലപ്പോൾ വരികൾക്കുള്ളിൽ നിന്ന് വായിച്ചേക്കേണ്ടതും ഫത്ഹുൽ മുഈനകത്തുണ്ട്. പക്ഷെ നോക്കാൻ കഴിയുന്നവർ നോക്കണം. ഉസ്താദിന് ഫത്ഹുൽ മുഈനിൽ അത്രയും വലിയ പിടുത്തായിരുന്നു. എപ്പോഴും സഞ്ചരിക്കുന്ന സമയത്ത് പഴയ കാലത്തൊക്കെ ബാഗിൽ ഒരു ഫത്ഹുൽ മുഈൻ ഇട്ട് സഞ്ചരിക്കുമായിരുന്നു. ആരെവിടുന്ന് വന്നാലും ഫത്ഹുൽ മുഈൻ നോക്കിയിട്ട് അതിന് പരിഹാരം കൊടുക്കും. അപ്പൊ ഇങ്ങനെ ഇത്രയും ജനങ്ങൾക്ക്, പണ്ഡിതന്മാർക്ക്, സാധാരണക്കാർക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ട ഒരു ഗ്രന്ഥം, ഈ ഗ്രന്ഥം ഉണ്ടാക്കും മഖ്ദൂം തങ്ങള് ഇബ്നു ഹജർ അടുത്ത് നിന്ന് 10 വാള്യമുള്ള തുഹ്ഫ രചിച്ച ഇബ്നു ഹജറുടെ അടുത്ത് നിന്ന് നേരിട്ട് ഓതി പഠിച്ച ആളാണ് ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങൾ. ആ മഖ്ദൂം തങ്ങള് അതിന്റെ മുഖദ്ദിമയിൽ, ആമുഖത്തിൽ പറയുന്ന ഒരു വാക്കുണ്ട്, ഇതെനിക്ക് ഉപകരിച്ചെങ്കിലായി, ഈ കിതാബ് ഉപകാരപ്പെട്ടെങ്കിലായി, നാഫിയാകാൻ വേണ്ടി നിങ്ങളൊക്കെ ദ്വാരക്കണം. തുടക്കി പറയാം, നാഫിയാകാൻ വേണ്ടി ദ്വാരക്കണം. അങ്ങനെ നമ്മുടെ ദുആ യാചിക്കുന്ന മഖ്ദൂം തങ്ങള് കുറച്ചിങ്ങോട്ട് പോരുമ്പോ പിന്നെ സ്വലാത്ത് ചെല്ലുന്നു.
ഈ കിതാബ് ഉണ്ടാക്കിയതിനെ പറ്റി പറഞ്ഞു അതെനിക്ക് ഉപകരിക്കാൻ വേണ്ടി നിങ്ങളൊക്കെ ദ്വാരക്കണം. അതേസമയം കുറച്ച് കഴിഞ്ഞിട്ട് റസൂലുള്ളാഹിന്റെ പേരില് സ്വലാത്ത് ചൊല്ലിയിട്ട് സ്വലാത്തം വസലാമൻ എന്ന് പറഞ്ഞിട്ട് മഹാനവറുകൾ പറയാണ് അഫൂസു ബിഹിമാ ഞാൻ എന്തായാലും ജയിക്കും, അതിലെനിക്ക് തർക്കല്ല. അവിടെ നിങ്ങൾ ദ്വാരക്കൊന്നും വേണ്ട, അത് ഞാൻ ജയിക്കുന്ന എനിക്ക് ഓർമ്മയാണ്. ഇത് സ്വലാത്തുകൊണ്ടും സലാമുകൊണ്ടും അതിൽ ഒരു സംശയവുമില്ല. അവിടെ അള്ളാഹു എനിക്ക് ഉപകരിപ്പിച്ചെങ്കിലായി, അത് ഉപകാരപ്പെട്ടെങ്കിലായി. ഇല്ല, അങ്ങനെയാണല്ലോ. റിയാഇന് വേണ്ടി സ്വലാത്ത് ചൊല്ലിയാലും കൂലിയുണ്ട്. ഇത് നഷ്ടപ്പെടാത്തൊരു ഏർപ്പാടാണ് സ്വലാത്ത്. ലോകമാന്യത്തിന് വേണ്ടി ചൊല്ലിയാലും കൂലിയുണ്ട്, ലോകമാന്യത്തിന് വേണ്ടി സ്വലാത്ത് ചൊല്ലിയാലും കൂലിയുണ്ട്. എങ്ങനെ ചൊല്ലിയാലും കൂലി കിട്ടുന്ന ഒരു സാധനമാണ് സ്വലാത്ത്. അപ്പൊ അതുകൊണ്ട് അതിന്റെ പ്രതിഫലം പൊളിഞ്ഞു പോവില്ല. മറ്റുള്ളതൊക്കെ ബാത്തിലായി പോകും. നിസ്കാരത്തിനൊക്കെ ഇപ്പൊ കൃത്യമായിട്ട് പഠിച്ചവനൊരു മാർക്ക് ഇട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ കിട്ടാണ്ടാവില്ല. അവിടെയാണ് ബേജാറ്. പക്ഷെ സ്വലാത്ത് അങ്ങനെയല്ല. എപ്പോ ചൊല്ലിയാലും ഒന്ന് ചൊല്ലിയോ അതവിടെ ഉണ്ടാവും, അത് നഷ്ടപ്പെടൂല. അള്ളാഹു കൂടുതൽ സ്വലാത്ത് ചെല്ലാൻ അള്ളാഹു എനിക്കും നിങ്ങൾക്കൊക്കെ ഭാഗ്യം നൽകട്ടെ. മുത്തുനബിയുടെ മദ്ഹുകളിൽ ഏറ്റവും പ്രധാനമാണ് സ്വലാത്ത്. അപ്പൊ അതുകൊണ്ട് സ്വലാത്തും മദ്ഹും അത് സജീവമാകേണ്ട മാസമാണ് റബീഉൽ അവ്വൽ മാസം. റബീഉ, അത് ശരിക്ക് റബീഉ എന്ന വാക്കിന്റെ അർത്ഥം വസന്തം എന്നാണ്. റബീഉ എന്ന വാക്കിന്റെ അർത്ഥം വസന്തം എന്നാണ്. പൂക്കളും കായ്ക്കനികളും ഒക്കെ സജീവമായി പ്രകൃതി ഉടുത്തൊരുങ്ങി നിൽക്കുന്ന ഒരു ഘട്ടമാണ് വസന്തകാലം. എന്നതുപോലെ ഈ വസന്തകാലം വരുമ്പോൾ മുഴുവൻ പടപ്പുകളുടെ ഹൃദയത്തിലും തിരുപ്പിറവീസുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തെ കുറിച്ച് ആലോചിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറയാൻ വിചാരിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വത്തെ കുറിച്ച് ചിന്തിച്ചിട്ട് എല്ലാ ഹൃദയങ്ങളിലും ഒരു പുത്തൻ ഉണർവ് എന്ന് വരും. ഇതാണ് റബീഉൽ അവ്വലിന്റെ പ്രത്യേകത. മുഴുവൻ ഹൃദയങ്ങൾക്കും ഒരു പുത്തൻ ഉണർവ് എന്ന് വരും. അതാണ് ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങള്. ഏത് മഖ്ദൂം തങ്ങൾ? നമ്മളിപ്പോ പറഞ്ഞു ഫത്ഹുൽ മുഈന്റെ ഒരു മുസ്ലിഫ് ഗ്രന്ഥകർത്താവിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ആ മഖ്ദൂം തങ്ങളുടെ വല്ലിപ്പയാണ് മങ്കൂസ് മൗലിദ് ഉണ്ടാക്കിയത്. ഫത്ഹുൽ മുഈൻ ഉണ്ടാക്കിയ ആളുടെ, ഫത്ഹുൽ മുഈൻ എന്ന ഗ്രന്ഥം രചിച്ച ആളുടെ വല്ലിപ്പയാണ് മങ്കൂസ് മൗലിദ് ഉണ്ടാക്കിയത്. അവരുടെ പേരക്കുട്ടിയാണ് ഫത്ഹുൽ മുഈൻ ഉണ്ടാക്കിയത്. അപ്പൊ മഖ്ദൂം തങ്ങൾ ഒന്നാമൻ, മഖ്ദൂം ഒന്നാമൻ, മഖ്ദൂം രണ്ടാമൻ എന്നാണ് അവരെ ചരിത്രത്തിൽ വിളിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് മഖ്ദൂം ഒന്നാമൻ അവിടുന്ന് പറഞ്ഞു റബീഉൽ അവ്വൽ മാസം വരുമ്പോ സകല സൃഷ്ടി ചരാചരയും ആ മനസ്സ് സടകുടൽ എഴുന്നേൽക്കുകയാണ്. എല്ലാവരും ഒരു പുത്തൻ ഉണർവ്. ആ പുത്തൻ ഉണർവിനെ കുറിച്ചാണ് മഖ്ദൂം തങ്ങൾ പാടിയത്. എന്റെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ ക്ലാസിന്റെ അത്ര ഞാൻ ചൊല്ലിവെച്ചത് അഹിയാ റബീഅൽ ഖൽബി ശഹറുൽ മൗലിദി കുല്ലൽ അനാമി ബിദിക്രി മൗലിദി അഹ്മദി യാ റബ്ബി സ്വല്ലി അലൻ നബിയ്യി മുഹമ്മദി സിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ റബീ അഹിയാ റബീഅൽ ഖൽബ്. റബീഉൽ അവ്വൽ മാസം വരുമ്പോഴുള്ള അവസ്ഥയാണ് നമുക്ക് നിങ്ങൾ ഈ പറയുന്നത്. അഹിയാ റബീഅൽ ഖൽബ്, ഹൃദയത്തിന്റെ വസന്തത്തെ തൊട്ടുണർത്തി, ഹൃദയത്തിന്റെ വസന്തത്തെ ജീവൻ വെപ്പിച്ചു. അഹിയാ റബീഅൽ ഖൽബ് ശഹറുൽ മൗലിദി, തിരുപ്പിറവി മാസം. തിരുപ്പിറവി മാസം റബീഉൽ അവ്വൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച മാസം ഹൃദയത്തിന്റെ വസന്തത്തെ തൊട്ടുണർത്തുന്നു, അതിന് പുതുജീവൻ നൽകുന്നു. റബീഉൽ അവ്വൽ വരുമ്പോഴേക്ക് എല്ലാവരും മനസ്സും കൊണ്ട് ഉണർന്നു. അഹിയാ റബീഅൽ ഖൽബി ശഹറുൽ മൗലിദി. ഇത് പ്രകൃതി വസന്തകാലത്ത് മാറ്റം ഉണ്ടാകുന്നത് പോലെ റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ വിശ്വാസികളുടെ ഹൃദയത്തിന് മാറ്റം ഉണ്ടാവും, ഹൃദയത്തിനും ഉണ്ടാവും. ആ ഹൃദയം ആവേശപൂർവ്വം ഉണരുന്നു. അഹിയാ റബീഅൽ ഖൽബി ശഹറുൽ മൗലിദി കുല്ലൽ അനാമി ബിദിക്രി മൗലിദി അഹ്മദി. എല്ലാ പടപ്പുകൾക്കും അഹ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പ്രകീർത്തനങ്ങൾ ഓർത്തിട്ടും പറഞ്ഞിട്ടും അവരുടെ ഹൃദയങ്ങൾക്ക് പുത്തനുണർവ് വരുന്നു. റബീഉൽ അവ്വൽ മാസങ്ങൾ വരുമ്പോൾ മോമിനീങ്ങളൊക്കെ ഒന്ന് സജീവാകുന്നത്, മോമിനീങ്ങളൊക്കെ സജീവമാകുന്നത്.
ഈ റബീഉൽ അവ്വൽ മാസത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയുന്നതും കേൾക്കുന്നതും രസിക്കാത്ത ഒരു ടീമുണ്ടെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, റബീഉൽ അവ്വൽ വരുന്നതിന് മുമ്പ് തന്നെ മുഖം ഇങ്ങനെ വാടി കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ തിരുനബി വിരോധികൾ മാത്രമാണ്, ഹബീബിന്റെ വിരോധികൾ മാത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ദിവസം അല്ലെ, പിശാച് കരഞ്ഞ ഒരുപാട് ദിവസം പറയുന്നു. 2-3 ദിവസങ്ങൾ പിശാച് കരഞ്ഞു. അതിൽ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് അറഫാ ദിനം. അറഫാ ദിനം എന്താ കാരണം? ലോകത്തുള്ള മനുഷ്യര് പല വിധത്തിലുള്ള തെറ്റും കുറ്റവും ഒക്കെ ചെയ്തു വന്നിട്ട് ഇവരെയൊക്കെ നരകത്തിലേക്ക് ആക്കാം എന്ന സമാധാനത്തില് ഇബ്ലീസ് ഇങ്ങനെ കാത്തു നിൽക്കുമ്പോഴാണ് ജനങ്ങൾ അറഫയിൽ പോയിട്ട് കരഞ്ഞ് കണ്ണ് കലക്കി ദുആ ചെയ്ത് കണ്ണീരുകൊണ്ട് പാപങ്ങൾ കഴുകി വൃത്തിയാക്കി അറഫയിൽ നിന്ന് ലക്ഷക്കണക്കിന് ജനങ്ങൾ ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നത് കാണുമ്പോ പിശാച് വാവിട്ട് കരയുക, എടുത്ത പണി മുഴുവൻ ബാത്തിലാക്കി, ഇനി രണ്ടാമത് നോക്കണം. കാരണം എന്താ? ഇതൊക്കെ നരകത്തിലേക്ക് ആക്കാന്ന് കരുതി നിൽക്കുമ്പോഴാണ് ഇവരിത് മുഴുവനും പാപങ്ങളൊക്കെ പൊറുപ്പിച്ച് റബ്ബിലേക്ക് വീണ്ടും ആയിട്ട് തീരെ രസിക്കൂല. അറഫന്റെ ഒരു പ്രത്യേകതയാണല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അറഫ മരുഭൂമിയിൽ ഹജ്ജ് വേളയിൽ ഒരാൾ നിന്നു, അറഫ ദിനത്തിൽ നിന്നു, എന്നിട്ട് റബ്ബിനോട് പൊറുക്കണേ എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ് പിരിഞ്ഞു പോരുമ്പോ ഞാൻ അറഫയിൽ നിന്നു പടച്ചോനോട് ദുആ ചെയ്തു, എന്റെ പാപം അല്ലാഹു പൊറുത്തിട്ടുണ്ടാകുമോ എന്ന ചെറിയ ഒരു സംശയം മനസ്സിന് വരലാണ് അറഫയ്ക്ക് ശേഷം മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ പാപം എന്ന് പറഞ്ഞാൽ അത്രയും ഉറപ്പാണ്. അറഫയിൽ നിന്നോന് ദുആക്ക് ഉത്തരവുണ്ട്, അറഫയിൽ നിന്നോന് ദുആക്ക് ഉത്തരവുണ്ട് എന്ന് അത്രയും ഉറപ്പാണ്. ഇവിടെയാണ് എന്റെ പ്രിയപ്പെട്ട മോമിനീങ്ങൾ ചിന്തിക്കേണ്ടത്. ആ അറഫ ദിവസം മോമിനീങ്ങൾക്ക് പുറത്തു കൊടുക്കുന്നത് കണ്ടിട്ട് പിശാച് കരയും. അതുപോലെ പിശാച് കരഞ്ഞ മറ്റൊരു ദിവസമാണ് ഹബീബിന്റെ ജന്മദിന നാളിൽ. ഹബീബിന്റെ ദിവസത്തിൽ പിശാച് കരഞ്ഞു. കാരണം ലോകത്തിന്റെ രക്ഷകൻ വന്നിരിക്കുകയാണ്, ലോകത്തിന്റെ വിചകൻ വന്നിരിക്കുകയാണ്. ഈ പ്രവാചകൻ ജനിച്ചപ്പോഴാണ് പിശാചിന് വാനലോകത്തേക്കുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടത്. ഇതൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് അവൻ കരഞ്ഞു. അപ്പൊ റബീഉൽ അവ്വൽ മാസം തിരുനബിയുടെ ജന്മദിവസത്തിൽ സന്തോഷിക്കാൻ കഴിയാത്തത്, അന്ന് കരച്ചിൽ വരുന്നത്, അന്ന് ദുഃഖം രേഖപ്പെടുന്നത് ആരുമല്ല, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവര് അന്ന് ജന്മദിനത്തിൽ കരഞ്ഞ പിശുന്റെ മക്കളായിരിക്കും. അല്ലാതെ നമ്മൾ എന്ത് പറയാൻ? ആ ചെകുത്താന്റെ കൂട്ടാളികൾക്കല്ലാതെ തിരുനബിയുടെ ജന്മദിനത്തിൽ കരയാൻ കഴിയില്ല, സങ്കടപ്പെടാൻ കഴിയില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരനെ, നമ്മൾ മനസ്സിലാക്കണം, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറയാനും ഇത്തരം സദസ്സിൽ ഒരുമിച്ച് കൂടാനും അല്ലാഹു നമുക്ക് തന്ന ഭാഗ്യത്തെ കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ. ഇതിന് ഭാഗ്യമില്ലാത്ത എത്ര മനുഷ്യന്മാരുണ്ട്. ചെറിയൊരു ന്യൂനപക്ഷാണെങ്കിലും ഇതിന് തൗഫീഖില്ലാത്തവരില്ലേ? അവരാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ പരാജയപ്പെട്ടത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ലോകത്ത് ഒരു മുസ്ലിമിനും ഇതിന് ഖിലാഫില്ലായിരുന്നു. ഞാൻ പറയുന്നത്, നിങ്ങൾ ഇങ്ങോട്ട് ചോദിക്കുമ്പോൾ ആദ്യം ചോദിക്കേണ്ട ചോദ്യം അതാണ്. ഇപ്പൊ ഇങ്ങനെ വരും, വാട്സപ്പിലായാലും ഫേസ്ബുക്കിലായാലും നിങ്ങൾ മുഖാമുഖം സംസാരിക്കുമ്പോഴാകുമ്പോഴും ഒക്കെ മോമിനീങ്ങളുടെ കൽബിളക്കാൻ വേണ്ടി ഓരോരുത്തർ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും, റസൂലുള്ളാഹി മൗലിദ് കഴിച്ചിട്ടുണ്ടോ, സ്വഹാബത്ത് മൗലിദ് കഴിച്ചിട്ടുണ്ടോ, അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അടിസ്ഥാനപരമായി ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ഒരുപാട് തെളിവുകൾ ഉദ്ധരിക്കുന്നു. മുത്തുനബി തിങ്കളാഴ്ച നോമ്പ് നോറ്റപ്പോ, എന്തിനാ നബിയെ തിങ്കളാഴ്ച ഒരു നോമ്പ് എന്ന് ചോദിച്ചപ്പോ, ഫീഹി വുലിദു, അന്നാണ് ഞാൻ ജനിച്ചത് എന്ന് പറഞ്ഞ് അതിൽ ആഘോഷം രേഖപ്പെടുത്തിയ ആളാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ അതുകൊണ്ട് അത് ആഘോഷത്തിന്റെ ഒരു രൂപമാണ്. ഈ രൂപത്തിൽ എങ്ങനെയും ആഘോഷിക്കാവുന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം എന്ന് ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തി. എന്റെ വിഷയം ഞാൻ നേരത്തെ പറഞ്ഞത് അതൊന്നുമല്ല. ഈ മൗലിദ് മുമ്പുണ്ടോ എന്നിങ്ങനെ ചോദിച്ചിട്ട് എന്നായി മൗലിദ് തുടങ്ങിയത് എന്ന് ചോദിക്കുന്നവരോട് തിരിച്ചു ചോദിക്കേണ്ടത്, മൗലിദ് പാടില്ല എന്നുള്ള വർത്താനം ലോകത്ത് കേട്ടത് എന്ന് മുതലാന്ന് വെച്ചാൽ മതി.
ഇല്ല. മദീനത്തെ പള്ളിയില് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന് മൗലിദ് ഓതാനായിട്ട് മുത്തുനബി ഒരു മെമ്പർ ഉണ്ടാക്കി കൊടുത്തിരുന്നു. മൗലിദ് ചൊല്ലാനായിട്ട്. ഹസ്സാൻ ഇബ്നു സാബിത്തിന്റെ കവിതകളൊക്കെ കാണാം ഹദീസിൽ. റസൂലുള്ളാഹിനെ പറ്റി പാടിയ കവിതകൾ. അങ്ങ് നൂറാണ്, അങ്ങ് ശംസാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നബിനോട് പാട്ടുപാടാണ്. അതന്നെ നമ്മൾ ഈ പറയുന്നത്. അന്ത ശംസുൻ അന്ത ബദറുൻ അന്ത നൂറുൻ ഫൗഖ നൂരി എന്നൊക്കെ പറയുന്നത് നമ്മളും പറയുന്ന അതേ ഭാഷ തന്നെയാണ്. ഇമാം ഹരീരി തങ്ങൾ പറഞ്ഞത് നമ്മൾ ഏറ്റു പറയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, നോക്ക് നിങ്ങള്, ഇതിന് ഭാഗ്യമില്ലാതെ പോവുക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ പരാജയമല്ലേ? അപ്പോ ലോകത്ത് ഇമാം നബവി റളിയല്ലാഹു അൻഹു അല്ലെ, കഴിഞ്ഞ കാല ഇമാമിങ്ങളിലേക്കാണ് കടന്നു ചെന്നാൽ ഇമാം നബവിക്ക് മൗലിദ് കിതാബ്, മൗലിദ് ബനിഅത്തുൽ കുബ്ര മൗലിദ് കിതാബുണ്ട് ഇമാം നബവി റളിയല്ലാഹു അൻഹു. മൗലിദ് എഴുതിയിട്ട് റസൂലുള്ളാഹിനെ മദ്ഹ് എഴുതിയ കിതാബുണ്ട് മൗലിദ് ചൊല്ലാൻ വേണ്ടി. അതങ്ങനെ എല്ലാ ഇമാമികളും ചൊല്ലി. ആ കാലത്തൊന്നും ഒരെതിരഭിപ്രായം ഉണ്ടായില്ല. മൗലിദ് പാടില്ല പാടില്ല എന്നുള്ള ഒച്ചപ്പാട് അടുത്ത കാലത്ത് വന്നതാണ്. അടുത്ത കാലത്ത് എന്തുകൊണ്ട് ഇപ്പൊ നമ്മുടെ ഇടയിൽ ഈ മൗലിദ് അനിസ്ലാമികാണെന്നൊക്കെ പറഞ്ഞു നടക്കുന്നവരില്ലേ, ഇവരുടെയൊക്കെ അപ്പൂപ്പന്മാരെന്നത് കഴിച്ചിരുന്നവരാ അല്ലെ? ഇവരുടെയൊക്കെ അപ്പൂപ്പന്മാരെന്നത് കഴിച്ചിരുന്നവരാണ്. ഇത് കഴിക്കുന്നതിന് ഒരു വിരോധവും ഇല്ല, ഇത് ഇസ്ലാമിക എന്ന് പറഞ്ഞവരാ. ഇത് പിന്നെ ഇറങ്ങിയ വഹിയാണ്. ഇത് പിന്നെ ഇറങ്ങിയ വഹിയാണ് മൗലിദ് പാടില്ല എന്നുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ബിദ്അത്ത് എന്ന ആശയം പറയുമ്പോൾ ആദ്യം പറയുന്നത് എന്താ? ബിദ്അത്ത് പറഞ്ഞാൽ പുതിയത് അല്ലെ? ബിദ്അത്തിന്റെ അർത്ഥം അതാണ്, പുതിയത്. അപ്പൊ ലേറ്റസ്റ്റ് ഏതാണ്? മൗലിദ് വിരോധാണ്. മൗലിദ് ഇവിടെ പണ്ടേ കഴിച്ചതാണ്, അതിനാർക്കും എതിരഭിപ്രായവും ഇല്ലായിരുന്നു. അതെങ്ങനെയൊക്കെ സജീവാക്കണം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് മൗലിദിന് എതിർപ്പാണ്. പാടില്ല എന്ന് പറയലാണ് പുതിയത്. പാടില്ല എന്ന് പഴയ കാലത്ത് ആരും പറഞ്ഞിട്ടില്ല. അതാ നമ്മൾ ആദ്യം ഇവരോട് പറയേണ്ട ഏറ്റവും വലിയ വാക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് മക്കത്തുണ്ടായിരുന്നു, മദീനത്തുണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് പറയാം. മദീനത്ത് ഞാൻ പറഞ്ഞില്ല, ഹസ്സാൻ ഇബ്നു സാബിത്തിന് അതിനായിട്ട് വേദി ഒരുക്കി കൊടുത്തിരുന്നു മുത്തുനബി. അതിനായിട്ടൊരു മെമ്പർ കഴിഞ്ഞില്ല. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മദീനത്തെ പള്ളിയിലേക്ക് കടന്നു വരുമ്പോൾ മദീനത്തെ പള്ളിയിൽ ഒരു പൊരിഞ്ഞ ചർച്ച നടക്കുന്നു. മുത്തുനബി ഇങ്ങനെ കടന്നു വരുമ്പോ മദീനത്തെ പള്ളിയിൽ ഒരു പൊരിഞ്ഞ ചർച്ച നടക്കുകയാണ്. എന്താണ് ആ മദീനത്തെ പള്ളിയിൽ നടക്കുന്ന ചർച്ച? അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണുകയാണ് മദീനത്തെ പള്ളിയിൽ ഒരു ചർച്ച. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒളിഞ്ഞു നിന്ന് ആ ചർച്ചയൊന്നും ഇങ്ങനെ കേട്ടു. എന്താണ് മദീനത്തെ പള്ളിയിൽ നടക്കുന്ന ചർച്ച? ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഒരാൾ എഴുന്നേറ്റ് നിന്നിട്ട് ഇങ്ങനെ പറയാണ്, റസൂലുള്ളാഹിന്റെ ശിഷ്യന്മാരാണ് സുഫത്തിന്റെ അഹ്ലുകാർ, ഇന്നും ഉണ്ടാകും മദീനത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് വിജ്ഞാനം പകർന്നു കൊടുത്തിരുന്ന, ഇൽമിന്റെ വെളിച്ചം പറഞ്ഞു കൊടുത്തിരുന്ന ആ വരാന്തയിൽ ഇരുന്ന് ഓതിപ്പടിച്ചിരുന്ന മുതഅല്ലിമീങ്ങൾ, അവർ ഇന്നലെ പഠിപ്പിച്ച, മിനിയാന്ന് പഠിപ്പിച്ച, അതിന്റെ തലേനാളൊക്കെ മുത്തുനബി പഠിപ്പിച്ച കാര്യങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യാൻ, മുദാക്കറ നടത്തുകയാണ്, ചർച്ച നടത്തുകയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കേട്ടു എന്താ അവര് പറയുന്നത്. അപ്പൊ ഒരാൾ എഴുന്നേറ്റിട്ട് പറഞ്ഞു, അജബൻ ലിഅംരി ഇബ്രാഹിം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ കാര്യം ഒരു വലിയ അത്ഭുതം തന്നെയാണ്. ഖദ് ഇത്തഖദഹുല്ലാഹു ഖലീലാ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ ഖലീലുല്ലാഹിയായി പ്രഖ്യാപിച്ചിരിക്കുന്നു. അള്ളാന്റെ കൂട്ടുകാരൻ, അള്ളാന്റെ ഫ്രണ്ടാക്കിയിട്ട്, കൂട്ടുകാരനാക്കിയിട്ട് അള്ളാഹു ഇബ്രാഹിം നബിയെ തെരഞ്ഞെടുത്തു. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ അള്ളാഹു ഒരാളെ അവൻ എന്റെ കൂട്ടുകാരനാന്ന് പറയണമെങ്കിൽ ആ ആൾക്ക് എത്ര ബഹുമാനം വേണം. ഒരു ഇബ്രാഹിം നബിന്റെ മൗലിദ് ഓതുകയാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മഹത്വം ഇങ്ങനെ പറഞ്ഞിട്ട്, അപ്പൊ ഇബ്രാഹിം നബി ഒരു വലിയ അത്ഭുതം തന്നെയാണ്. വേറൊരാള് പറഞ്ഞു ഇബ്രാഹിം നബി ഒരു അത്ഭുതം തന്നെയാണ്, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ ഞാനിങ്ങനെ ആലോചിച്ചപ്പോ എനിക്ക് ഏറ്റവും വലിയ അത്ഭുതമായിട്ട് തോന്നുന്നത് ബഹുമാനപ്പെട്ട മൂസ അലൈഹിസ്സലാമിനെ. മൂസ അലൈഹിസ്സലാം. കാരണം അള്ളാഹു ലോകത്തൊരാളോട് നേരിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് മൂസ നബിയോടാണ്. കല്ലമല്ലാഹു മൂസാ തക്ലീമാ. കല്ലമല്ലാഹു മൂസാ തക്ലീമാ. അള്ളാഹു മൂസ നബിയോട് സംസാരിച്ചു. ഖുർആൻ പറയാം. അപ്പൊ കലീമുല്ലാഹി മൂസ വലിയ ഒരു അത്ഭുതാട്ടോ എന്ന് പറഞ്ഞു രണ്ടാമൻ. അപ്പൊ മൂന്നാമത്തെ ആൾ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, അതൊക്കെ അത്ഭുതം തന്നെയാണ്, പക്ഷേ ലോകത്ത് അള്ളാഹു വലിയ ഒരു അത്ഭുതമാക്കി പടച്ച പടപ്പാണ് ബഹുമാനപ്പെട്ട റൂഹുല്ലാഹി ഈസാ.
കാരണം വാപ്പല്ലാതുണ്ടായ കുട്ടിയാണ് ഈസാ അലൈഹിസ്സലാം. ഉമ്മ മാത്രമേ ഉള്ളൂ, വാപ്പല്ല. ഒരു പുരുഷ സ്പർശനമില്ലാതെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ രൂപം കൊണ്ട മോനാണ് ഈസാ അലൈഹിസ്സലാം. അള്ളാഹുവിന്റെ ഖുദ്റത്ത് അള്ളാഹു തആല നേരിട്ട് കാണിച്ചു തന്ന, ഡയറക്റ്റ് അള്ളാഹുവിന്റെ ഖുദ്റത്ത് കാണിച്ചു തന്ന വലിയ ഒരു ദൃഷ്ടാന്തമാണ് ഈസാ അലൈഹിസ്സലാം. എനിക്ക് റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാമിന്റെ കാര്യത്തിൽ അത്ഭുതം. അപ്പൊ നാലാമത്തെ ആളെ എഴുന്നേറ്റിട്ട് പറഞ്ഞു, വാപ്പല്ലാതെ ഒരു കുട്ടി ഉണ്ടാവുക എന്ന് പറഞ്ഞത് അത്ഭുതം തന്നെ. നിങ്ങൾ പറഞ്ഞതൊക്കെ അത്ഭുതം തന്നെയാണ്. പക്ഷേ വാപ്പയും ഉമ്മയില്ലാതെ ശുദ്ധശൂന്യതയിൽ നിന്ന് പടച്ചോൻ ഉണ്ടാക്കിയ കുട്ടിയാണല്ലോ, മനുഷ്യനാണല്ലോ സഫിയുല്ലാഹി ആദം അലൈഹിസ്സലാം. ആദം നബി അലൈഹിസ്സലാമിന് ഉമ്മയില്ല, വാപ്പയില്ല. അത് അതിലും വലിയ അത്ഭുതമായിട്ടാ തോന്നുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ 4 അമ്പിയാക്കളുടെ മദ്ഹ് ഇങ്ങനെ പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാറി ഇങ്ങനെ റസൂലുള്ളാഹി കടന്നു വന്നു, സദസ്സിലേക്ക് കടന്നു വന്നിട്ട് പറഞ്ഞു, സമിഅതു മഖാലതകും വഅജബകും. നിങ്ങളെ ചൂടേറിയ ചർച്ചയും നിങ്ങൾ അത്ഭുതം കൂറുന്നതുമൊക്കെ ഞാൻ കേട്ടു സഹാബ. നിങ്ങൾ അത്ഭുതപ്പെടുന്നത് കേട്ടു, നിങ്ങൾ ചർച്ച ചെയ്യുന്നത് കേട്ടു. അല്ലാഹു തആല ഇബ്രാഹിം നബിയെ ഖലീലാക്കിയിട്ടുണ്ട്, വലിയ സ്ഥാനമാണ്. ഈസാ നബി റൂഹുല്ലാഹിയാണ്, വലിയ മഖാമാണ്. ബഹുമാനപ്പെട്ട മൂസാ നബി കലീമുല്ലാഹിയാണ്, അല്ലാഹ് കൊടുത്ത വലിയ മഹത്വമാണ്. ബഹുമാനപ്പെട്ട സഫിയുല്ലാഹി ആദം അലൈഹിസ്സലാം അല്ലാഹു കൊടുത്ത വലിയ ഒരു പദവിയാണിത്. ഞാൻ സമ്മതിക്കുന്നു. യുല്ലാഹി ആദം, കലീമുല്ലാഹി മൂസാ, റൂഹുല്ലാഹി ഈസാ. ഈ ആളെ കുറിച്ച് ഖലീലുല്ലാഹി ഇബ്രാഹിം, ഇവരെ കുറിച്ചൊക്കെ നിങ്ങൾ പറഞ്ഞു. എനിക്ക് വല്ലാത്ത ഇഷ്ടമായി ഇത് കേട്ടപ്പം. പക്ഷേ എനിക്ക് ചോദിക്കാനുള്ള ഒരു ചെറിയ പ്രതിഷേധം, നിങ്ങളുടെ മുമ്പിൽ രേഖപ്പെടുത്താനുള്ള പ്രതിഷേധം. നിങ്ങൾ ഇതൊക്കെ പറയുമ്പോ ഫൈന സാഹിബുക്കും, അല്ലാഹുവിന്റെ ഹബീബ് ചോദിക്കാൻ, നിങ്ങളെ എല്ലാമായ നിങ്ങളെ നേതാവ് ഈ കൂട്ടുകാരനെ പറ്റി നിങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. ഹബീബ് റസൂലുള്ളാഹി, എന്തുകൊണ്ട് നിങ്ങൾ എന്നെ പറ്റി പറഞ്ഞില്ല? അറിയാത്തത് കൊണ്ടാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. മുത്തുനബി ഇടപെടുന്നത് നോക്കിക്കോ. അടുത്തുവരെ പ്രഭാഷണം കേട്ടു. മുത്തുനബിന്റെ മദ്ഹ് പറയാൻ പറഞ്ഞിട്ടുണ്ടോ? കേട്ടോ പറയാൻ പറയുന്നത്. നബി തങ്ങൾ പറയാണ്, അന ഹബീബുല്ലാഹ്, ഞാൻ ഖലീലുല്ലാഹി അല്ല, ഞാൻ ഹബീബുല്ലാഹിയാണ്. ഖലീലുല്ലാഹി എന്ന് പറഞ്ഞാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ സ്നേഹിക്കുന്നയാളാണ്. അല്ലാഹ് തിരിച്ചും സ്നേഹിക്കും. പക്ഷേ ഖലീലും ഹബീബും തമ്മിൽ വ്യത്യാസമുണ്ട്. ഖലീൽ അള്ളാന്റെ ഇഷ്ടത്തിനും സന്തോഷത്തിനും അനുസരിച്ച് ജീവിക്കുന്നയാളാണ്. ഹബീബ് എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാം, പൂർണ്ണമായി പടച്ചോന്റെ പൊരുത്തത്തിൽ ജീവിക്കുന്നതോടൊപ്പം പടച്ചോൻ ആ പടപ്പിന്റെ പൊരുത്തവും കൂടെ പരിഗണിക്കുന്നയാളാണ് ഹബീബുല്ലാഹി, ഹബീബ് റസൂലുള്ളാഹി. അതുകൊണ്ടല്ലേ ഹിജ്റയുടെ മാറ്റത്തിലൊക്കെ നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മദീനത്തെത്തിയപ്പോ ഖിബ്ല മാറ്റിയ, ഹിജ്റ അല്ല ഖിബ്ല മാറ്റം. ആ ഖിബ്ല മാറ്റത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അന്നവിടെ യഹൂദികളെ അനുനയിപ്പിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂലിന് അള്ളാഹു എടുക്കുന്ന ഏത് തീരുമാനവും ഒരു വിഷമവുമില്ലാതെ ആരൊക്കെയാ സ്വീകരിക്കാൻ നോക്കാൻ വേണ്ടിട്ട് ഖിബ്ലയൊന്ന് മാറ്റി. ആ ഖിബ്ല മാറ്റിയപ്പോ റസൂലുള്ളാഹിക്ക് പഴയ ഖിബ്ലയിലേക്ക് തന്നെ തിരിയണം എന്ന ഒരു പൂതി അള്ളാഹ് പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കും. 100% ഒരു പൊരുത്തക്കേടും ഇല്ലാതെ 100% പൊരുത്തത്തോടെ പടച്ചോൻ പറഞ്ഞത് കേട്ടിട്ട് മാനസികമായിട്ട് ആ പഴയ ഖിബ്ല കഅബയിലേക്ക് തന്നെ തിരിയാൻ ഒരു ചാൻസ് കിട്ടണം, ബൈത്തുൽ മുഖദ്ദസ് വിട്ട്. അപ്പൊ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞിരുന്നു ആദ്യം തന്നെ, ഇത് താൽക്കാലിക ഒരു പരിപാടിയാണ് നബിയെ, കുറച്ച് കഴിഞ്ഞിട്ട് ശരിയാക്കി തരാം. അപ്പൊ ഈ കുറച്ച് കഴിഞ്ഞിട്ട് ശരിയാക്കി തരാന്ന് പറഞ്ഞാൽ എത്ര കാലം ഉണ്ടാകുന്നത്? എനിക്ക് അങ്ങോട്ട് തന്നെ തിരിയണം എന്നുള്ള ഒരു മോഹം. എന്നാലോ അള്ളാഹു ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിയാൻ പറഞ്ഞിട്ട് ഒരു സെക്കൻഡ് പോലും കഅബാലയത്തിലേക്ക് മുത്തുനബി തിരിഞ്ഞു നിസ്കരിച്ചിട്ടില്ല. അതെന്താ? പടച്ചോന്റെ പൊരുത്തത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നീക്കം. അതങ്ങനെ തന്നെ ചെയ്തോളൂ. പക്ഷെ എന്നാലും മാനുഷികമായി ഉണ്ടാകുന്ന ആ ഒരു താല്പര്യം, അതിങ്ങനെ ഉണ്ടായപ്പോഴാണ് അല്ലാഹു തആല പറഞ്ഞത്, നബിയെ ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർളാഹ, നിങ്ങൾ കഅബയിലേക്ക് തിരിഞ്ഞോളൂ എന്നല്ല അല്ലാഹ് പറഞ്ഞത്, നിങ്ങളെ നാം തിരിച്ചു തരിക തന്നെ ചെയ്യും. ഖിബ്ലതൻ തർളാഹ, തങ്ങൾ ഇഷ്ടപ്പെടുന്ന ഖിബ്ലയിലേക്ക് തങ്ങളെ നാം തിരിക്കും എന്ന് പറഞ്ഞാൽ തങ്ങളെ മോഹവും ഇഷ്ടവും എന്താ, അതിന് ഇവിടെ സ്ഥാനമുണ്ട്.
തങ്ങൾ ഇഷ്ടപ്പെടുന്ന ഖിബലയിലേക്ക് നമ്മൾ തിരിയും, അല്ലെങ്കിൽ കഅബയിലേക്ക് തിരിക്കുന്ന പറയേണ്ടത്. അങ്ങനെയല്ല പറഞ്ഞു, തങ്ങൾ ഇഷ്ടപ്പെടുന്ന കഅബയിലേക്ക് ഖിബലയിലേക്ക് നമ്മൾ തങ്ങളെ തിരിക്കാൻ പോവാണ്. വല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം. അതുകൊണ്ട് മസ്ജിദുൽ ഹറാമിന്റെ ഭാഗത്തേക്ക് മുഖം തിരിച്ചോളൂ. തങ്ങളെ നമ്മൾ പരിഗണിച്ചിരിക്കാൻ. എന്താ ഹബീബുല്ലാഹി ഇത് പറഞ്ഞിട്ട് നബി തങ്ങൾ പറഞ്ഞു വലാ ഫഖറ. ഇത് ഞാൻ തന്നെ പറയാണ്, ഞാൻ ഹബീബുല്ലാഹിയാണ്. അപ്പൊ നിങ്ങൾക്ക് തോന്നരുത് ഞാൻ ഏതാവാണ്, എന്റെ സ്വന്തം മഹത്വം പറഞ്ഞ് ഞെളിയാന്ന് തോന്നണ്ട. വലാ ഫഖറ, ഉള്ളതുപോലെ പറയാണ്. അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ വിളിച്ചു പറയണം, നമ്മൾ എന്നോട് പറഞ്ഞതാണ്. അപ്പൊ അത് വളച്ചു കെട്ടില്ലാതെ നിങ്ങളുടെ മുമ്പിൽ പറയാണ്. ഇത് കഴിഞ്ഞ ഉടനെ തന്നെ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, സയ്യിദുനാ റസൂലുള്ളാഹി പറഞ്ഞു, കഴിഞ്ഞോ? ഇല്ല. വാന സയ്യിദു ഉൽദി ആദം, ഞാൻ ആദം സന്തതികളുടെ നേതാവാണ്. ഉമ്മത്തിന് പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഓടി വരാനുള്ള, അവരുടെ പ്രയാസങ്ങൾ ഇറക്കി വെക്കാനുള്ള അത്താണിയാണ് ഞാൻ. വലാ ഫഖറ, ഇതും ഞാൻ എന്റെ സ്വന്തം പവർ പറഞ്ഞു ഞെളിയുകയല്ല. സയ്യിദുനാ റസൂലുള്ളാഹി കഴിഞ്ഞില്ല. മുത്തുനബി പിന്നെയും തുടർന്നു, അങ്ങനെ പറയുകയാണ്. വ അന അവ്വലു സ്വർഗത്തിൽ ആദ്യമായി കടക്കുന്നത് ഞാനാണ്. സ്വർഗത്തിന്റെ വാതിലിന്റെ വട്ടക്കണ്ണി പിടിച്ച് ആദ്യമായി കുലുക്കി അത് തുറന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് ഞാനാണ്. സയ്യിദുനാ റസൂലുള്ളാഹി ഓരോന്നിങ്ങനെ പറയുമ്പോ ആ കൂട്ടത്തിലൊക്കെ മുത്തുനബി ഇങ്ങനെ കൂട്ടുന്നു. വലാ ഫഖറ വലാ ഫഖറ, ഇത് പറഞ്ഞ് ഞാൻ തന്നെ പൊക്കിയാവുകയല്ല, ഞാൻ തന്നെ പൊക്കിയാവുകയല്ല. അങ്ങനെ ആരും തെറ്റിദ്ധരിച്ചു പോകരുത്. വാന അവ്വലു ശാഫിഇൻ വ അവ്വലു മുശഫ്ഫഅ, ആദ്യമായി റെക്കമെൻഡ് പറയുന്നതും ആദ്യമായി റെക്കമെൻഡ് സ്വീകരിക്കപ്പെടുന്നതും എന്റേതായിരിക്കും. വലാ ഫഖറ, ഇതും പറഞ്ഞ് ഞാൻ കുഞ്ഞാപ്പുത്തരം പറയാണ്, ആർക്കും തോന്നരുത് എന്നിങ്ങനെ സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു പാരഗ്രാഫോളം നീണ്ടു നിൽക്കുന്ന ഭാഗങ്ങള് മുത്തുനബി ഇങ്ങനെ ചൊല്ലിക്കൊടുത്തിട്ട്, ഇത്രയും അധികം മഹത്വമുള്ള നിങ്ങളുടെ കൂട്ടുകാരനെ കുറിച്ച് നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞില്ല, എന്റെ മദ്ഹ് എന്തുകൊണ്ട് പറഞ്ഞില്ല? ഹബീബായ റസൂലുള്ളാഹി പറയാൻ പഠിപ്പിച്ചു. മദീനത്തെ പള്ളിയിൽ നിന്ന് പഠിപ്പിച്ചു റസൂലുള്ളാഹിയുടെ മദ്ഹ് പറയണം. അതുകൊണ്ടാ മുസ്ലിമീങ്ങൾ, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതില് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറയാൻ തയ്യാറാകുന്നത്, ഹബീബിനെ ഓർക്കാൻ തയ്യാറാകുന്നത്. ആ ഹബീബിനെ കുറിച്ച് മദ്ഹ് പറഞ്ഞിട്ടുണ്ടോ? തീരുന്നില്ല. എന്നാ അതിന്റെ വിരോധികൾ ആരാണ്? തീർച്ചയായിട്ടും ഞാൻ പറയുന്നത്, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചെറിയ രൂപത്തിലെങ്കിലും വെറുപ്പില്ലാത്തവർക്ക് മൗലിദാഘോഷത്തെ എതിർക്കാൻ പറ്റൂല, മൗലിദാഘോഷത്തെ എതിർക്കാൻ പറ്റില്ല. ഇവിടെ ആരാണ് അനുസ്മരണ പ്രഭാഷണങ്ങൾ നടത്താത്തത്? അനുസ്മരണ പ്രഭാഷണങ്ങൾ നടത്താത്തതാരാണ്? കഴിഞ്ഞുപോയ നേതാക്കളെ ഓർക്കാത്തതാരാണ്? അവരെ കുറിച്ച് എഴുതാത്തതാരാണ്? അവരുടെ മദ്ഹ് പറയാത്തതാരാണ്? അത് പാടാത്തതാരാണ്? ഒക്കെ പാടും, പറയും. അവനാന്റെ നേതാക്കന്മാരെ പറ്റി എല്ലാവരും പാടുന്നുണ്ട്, പറയുന്നുണ്ട്, മാലകൾ ഇറക്കുന്നുണ്ട്, മൗലിദ് ഉണ്ടാക്കുന്നുണ്ട്, പ്രഭാഷണങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷെ മുത്തുനബിയുടേത് പറഞ്ഞുകൂടാന്ന് പറഞ്ഞാൽ മുത്തുനബി ഞങ്ങളുടെ നേതാവാണ് എന്ന് പറയാനുള്ള വഷളത്തരല്ലേ ഇത്? അതല്ലേ സത്യത്തിൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആര് വിമർശിച്ചാലും, മുത്തുനബിക്കെതിരെ ആര് ഇത്തരത്തിലുള്ള ചീഞ്ഞ ഏർപ്പാടുകൾ നടത്തിയാലും മുത്തുനബിക്ക് ഒരു പരാജയം വരൂല. അള്ളാന്റെ റസൂലിനെ അള്ളാഹ് സഹായിക്കും. വലല്ലാഖിറതു ഖൈറുൽ ലക മിനൽ ഊല വറഫഅനാ ലക ദിക്റക എന്നൊക്കെ അള്ളാഹ് പറഞ്ഞ മുത്തുനബിക്ക് ഒരു കോട്ടവും വരൂല. അതാണ് ഈ 333-ാമത്തെ പേജില് സൂറത്തുൽ ഹജ്ജില് അല്ലാഹു തആല 15-ാമത്തെ വചനത്തിൽ പറയുന്നത്, മൻ കാന യദുന്നു അല്ല യൻസുറഹു അല്ലാഹു ഫിദ്ദുനിയ വൽ ആഖിറ. ഏതെങ്കിലും ആളുകൾ ഞങ്ങൾ മൗലിദിനെ എതിർത്തിട്ട് മൗലിദ് ആപ്പിലാകുന്ന കാണുന്നുണ്ടെങ്കിൽ അവര് വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. ഉറപ്പാണ്. മുത്തുനബിയെ സ്നേഹിക്കരുതെന്ന് ഞങ്ങൾ പ്രസംഗിച്ചിട്ട് ഇവിടെ മുഹിബ്ബീങ്ങൾ കുറയുന്ന ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അവര് വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്, യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ടാണ് ലോകത്ത് എന്തൊക്കെ ഇവരെടുത്ത പണിക്കൊക്കെ, ഏത് ഈ വിദ്യാർത്ഥികാരെടുത്ത പണിക്കൊക്കെ വലിയൊരു ഫലം കണ്ടില്ലെങ്കിലും ഭാഗികമായി ഞങ്ങൾ വിജയിച്ചു എന്ന് പറയാൻ പറ്റുന്ന ചിലതൊക്കെ ഉണ്ട്. ഇവരുടെ ദ്രോഹം കൊണ്ട്, അല്ലെ? തീരെ പള്ളിക്ക് പോകാതെ പെണ്ണുങ്ങൾ നിന്നപ്പം കുറച്ച് പെണ്ണുങ്ങളെയൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, നിസ്കാര കുപ്പായടിച്ച് ഓടിക്കാൻ, പള്ളിയിലേക്ക് ഓടിക്കാൻ ചിലപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവാം. ഇങ്ങനെയൊക്കെ ഉണ്ടായി. പക്ഷെ തീരെ നടക്കാത്തൊരു കാര്യമുണ്ട്, അത് നബിദിനാഘോഷം. ഇത് പറയുന്തോറും ഉഷാറാകുക.
ഇതിനെ വിമർശിക്കും തോറും ഉഷാറാവുക. കാരണം പണ്ട് നമ്മളെയൊക്കെ കുട്ടിക്കാലത്ത് കാവ കാച്ചി നടത്തിയിരുന്ന ഈ നബിദിനം എല്ലായിടത്തും പോത്തറുത്തിട്ടാണ് നടത്തുന്നത്, ആടർത്തിട്ടാണ് നടക്കുന്നത്. ഒക്കെ വലിയ പരിപാടിയാണ്. നബിദിന കോൺഫറൻസുകൾ, മീലാദ് കോൺഫറൻസുകൾ, അന്താരാഷ്ട്ര കോൺഫറൻസുകളാണ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മർക്കസു സഖാഫത്തി സുന്നിയയിലടക്കം വലിയ പരിപാടികൾ നമ്മുടെ ആസ്ഥാനത്ത്. ഇതൊക്കെ ഞാൻ പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു നൽകുന്ന ആദരവുകളും ബഹുമാനങ്ങളുമാണ്. മൻ കാന യദുന്നു ആരെങ്കിലും ധരിച്ചു വശാകുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ, മങ്കാനയൊന്നു ആരെങ്കിലും ഭാവിക്കുന്നു, വിചാരിക്കുന്നു എങ്കിൽ എന്ത്, അല്ലാഹുവിന്റെ റസൂലിനെ അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും സഹായിക്കൂലാന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ, മുത്തുനബിയുടെ കാര്യത്തിൽ അല്ലാഹു സഹായിക്കൂല എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ, അവൻ കയറ് മുകളിലേക്ക് നീട്ടിക്കെട്ടട്ടെ. അല്ലേ, വീട്ടിന്റെ ഉള്ളിൽ നിന്നേ മേൽക്കൂരയിൽ നിന്നൊരു കയറ് കെട്ടിയിട്ട്, ഫാനിന്റെ ഉക്കിലൊരു കയറ് കെട്ടിയിട്ട് ഇങ്ങോട്ട് താഴോട്ടിടുക. എന്നിട്ട് എന്ത് ചെയ്യാ, എന്നിട്ട് അത് കഴുത്തിൽ കുടുക്കി അങ്ങ് ചാടട്ടെ, അവൻ ആത്മഹത്യ ചെയ്യാൻ നോക്കട്ടെ. എന്നിട്ട് ആ കയറ് എന്നിട്ട് ആ കയറ് പൊട്ടിക്കട്ടെ. എന്നിട്ട് അവൻ എന്തു ചെയ്യണം, എന്നിട്ട് അവൻ നോക്കണം അവന്റെ ഈ ചീഞ്ഞ തന്ത്രം, ഇവന്റെ ഈ കുതന്ത്രം, ഏത് ആത്മഹത്യ ചെയ്ത് മരിക്കാനുള്ള ശ്രമം നടത്തി ഇവൻ, എങ്കിൽ ഇത് പോക്കിക്കളയുന്നുണ്ടോ, ഇത് നശിപ്പിക്കുന്നുണ്ടോ എന്നവൻ നോക്കട്ടെ. മായറിയിൽ അവന്റെ മനസ്സിൽ അവൻ തിരുനബിയോട് അനുഭവിക്കുന്ന കലി, മായറിയിൽ തിരുനബി വിരോധം, അവന്റെ മനസ്സിലുള്ള തിരുനബി വിരോധം ഈ ആത്മഹത്യ കൊണ്ട് തീരുവോന്ന് അവൻ നോക്കിക്കോട്ടെ എന്ന് പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹായിക്കുക എന്നുള്ളത് അല്ലാഹ് ഏറ്റാണ്. നബി തങ്ങൾക്ക് അല്ലാഹ് കൊടുത്ത ഓഫറുകൾ പാലിക്കുക എന്നുള്ളത് പടച്ചോനേറ്റ കാര്യമാണ്. അത് ജഗപുകയായിട്ട് ഇവിടെ നടക്കും. അതിനാർക്കെങ്കിലും വെറുപ്പുണ്ടെങ്കിൽ അവൻ തൂങ്ങി ചത്തോട്ടെ, വേറെ നിർവാഹമില്ല. അതാണ് അതിന്റെ അർത്ഥം. മലയാളത്തിൽ പറഞ്ഞ അതിന്റെ ആശയതാണ്, അവൻ തൂങ്ങിച്ചത്തോട്ടെ, വേറെ നിർവാഹമൊന്നുമില്ല, നടക്കൂല. സൂറത്തുൽ ഹജ്ജ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ 15-ാമത്തെ ആയത്തിൽ കാണാം, തിരുനബിയെ അല്ലാഹു തആല സഹായിക്കും, അത് കൃത്യമായിട്ട് നടക്കൂട്ടോ. പറഞ്ഞിട്ട് അത് നബിദിനത്തില് ഏത് ചെയ്യാം, അറവ് നടത്താം എന്നതിന് തെളിവാണ് എന്നൊക്കെ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയത്. അപ്പൊ ഇതൊക്കെ പറയുമ്പോ പിന്നെ അടുത്ത ചോദ്യം ചോദിക്കുക, നബിദിന ഘോഷയാത്ര നടത്തിയിട്ടുണ്ടോ? അങ്ങനെ പോകലി നിർമ്മിക്കേണ്ടത്. നബിദിന ഘോഷയാത്ര നടത്തിയിട്ടുണ്ടോ? അത് ഓരോ കാലഘട്ടത്തിനും അനുസരിച്ച് ഇവിടെയൊക്കെ ഇത് ആലോചിതമായി ഇതിന്റെ അങ്ങനെ നിലനിർത്തിയിട്ട് അത്ര ചെയ്യുന്ന കാര്യം ഈത്തപ്പന മട്ടൽ കൊണ്ട് എല്ലാവരും ചെയ്യുന്ന കാര്യം പള്ളി അതുപോലെ അല്ല. പള്ളികൾ ആലോചിതമായി ഭംഗിയുള്ള പള്ളികൾ. അതുകൊണ്ട് ദീനിൽ വിമർശിക്കപ്പെടാത്ത ഒരു കാര്യം അത് ഉഷാറാക്കാൻ ഈ പറഞ്ഞവരുടെ പള്ളികളിൽ ദീനിൽ അംഗീകരിക്കപ്പെട്ട ഒരു കാര്യം വിമർശിക്കപ്പെടാത്ത നിലയിൽ എങ്ങനെയൊക്കെ ഉഷാറാക്കാമല്ലോ ആ നിലക്കൊക്കെ ഉഷാറാക്കാം. അള്ളാഹുവിന്റെ നിർമ്മാണം എന്ന് പറഞ്ഞാൽ ദീനല്ലേ, ആർക്കായി ഏറെയെന്ന് തോന്നിയത്? ഹബീബിനെ മനസ്സിലാക്കാത്തവർക്ക് മാത്രമാണ് ഹബീബിനെ മദ്ഹ് പറയുന്നത് ഏറുന്നു തോന്നല്. നേരെ മറിച്ച് മുത്തുനബിയെ മനസ്സിലാക്കിയ ഇമാം ബൂസീരി തങ്ങൾ പറഞ്ഞതോ, ഫൻസുബ് ഇലാ ദാതിഹി മാ ശിഅത മിൻ ശറഫി വൻസുബ് ഇലാ ഖദ്രിഹി മാ ശിഅത മിൻ ഇളമി മൗലായ. നബിയുടെ ശരീരത്തെ കുറിച്ച്, അവിടുത്തെ ശറഫാക്കപ്പെട്ട ദാത്തിനെ കുറിച്ച് നീ എന്ത് ശറഫും പറഞ്ഞോ, ഹബീബിന്റെ ദാത്തിലേക്ക് നിനക്ക് ഏത് ശറഫും ചേർത്തി പറയാം. മുത്തുനബിയുടെ പല്ലിന്റെ അഴക്, മുത്തുനബിയുടെ മുടിയുടെ അഴക്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കവിളിന്റെ അഴക്, അള്ളാഹുവിന്റെ ഹബീബ് ചിരിക്കുമ്പോഴുള്ള അഴക്, ഹബീബ് സംസാരിക്കാൻ വായ തുറക്കുമ്പോഴുള്ള അഴക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചീകി ഒതുക്കി വെച്ച മുടിയുടെ അഴക്, ഇതൊക്കെ ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയില്ലേ?
ഇത് നിങ്ങൾ എന്തു പറഞ്ഞാലും ഏറൂല, എന്തു പറഞ്ഞാലും ഏറൂല. മഹത്വമായിട്ട് ഭംഗിയായിട്ട് നിങ്ങൾക്കത് എങ്ങനെയൊക്കെ അവതരിപ്പിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ അവതരിപ്പിക്കാം. മുത്തുനബിയുടെ നിലവാരത്തെ കുറിച്ച്, അവിടുത്തെ സ്വഭാവത്തെ കുറിച്ച്, ലാത്തിനെ കുറിച്ച് പറയാൻ അങ്ങനെ ശരീര ഭംഗികൾ വർണ്ണിക്കലാം. ഖദറിനെ കുറിച്ച് പറയാന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധീരനായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ അറിവുള്ളയാളായിരുന്നു, നബി തങ്ങൾ സൽസ്വഭാവിയായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിനയമുള്ളയാളായിരുന്നു, അങ്ങനെയൊക്കെ പറയാം. നീ ഉദ്ദേശിക്കുന്ന എന്ത് മഹത്വവും നിനക്ക് പറയാവുന്നതാണ്. എന്തും പറഞ്ഞോ. എന്നിട്ട് പറഞ്ഞു, അങ്ങനെ കയറൂരിയാൻ വിട്ടാൽ ചെറിയൊരു അപകടം കൊടുക്കും. അതെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പടച്ചോനാന്ന് പറഞ്ഞു ആ സംഗതി പോയി. അപ്പൊ അതുകൊണ്ട് അവിടെ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തി. ഒറ്റ നിയന്ത്രണമാണ്. എന്താണ് ആ നിയന്ത്രണം? ക്രിസ്ത്യാനികൾ അവരുടെ നബിയെ പറ്റി പറഞ്ഞതുപോലെയുള്ള വാദം നീ പറയരുത്, ഉലൂഹിയത്താരം ആരോപിക്കരുത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാഹാണ് എന്ന് പറഞ്ഞു പോകരുത്, അള്ളാന്റെ കുട്ടിയാന്ന് പറഞ്ഞു പോകരുത്, അള്ളാഹുവിന്റെ ദൈവികതയുണ്ട് മുത്തുനബിയിൽ എന്ന് പറയരുത്, അത് അപകടം ചെയ്യും. അതല്ല എന്നാ പടച്ചോനാന്ന് പറയരുത്, പടപ്പ എന്നുള്ളടത്ത് നിനക്ക് എന്തും പറയാം, പടപ്പ എന്നുള്ളടത്ത് നിനക്ക് എന്തും പറയാം. അതുകൊണ്ട് ആ ബഹുമാനപ്പെട്ടവർ ഇതൊക്കെ പാടി പിന്നെ ബഹുമാനപ്പെട്ടവർക്ക് അവസാനം പടച്ചോനഞ്ഞ എന്താ പിന്നെ ഇതിനെ പറ്റി പറയാം? പടച്ചോനല്ല, പടപ്പാണ്. പടപ്പുകളെ കൂട്ടത്തിൽ ആരാ പറയാൻ കഴിയൂല, തോൽക്കാണ്. നബിതങ്ങളെ പറ്റി മദ്ഹ് പറയുമ്പോ എന്തേ പറയാൻ കിട്ടുന്നുള്ളൂ? നബിതങ്ങൾ പടച്ചോനല്ല, അത്രേ അറിയുള്ളൂ. ഒരു പടപ്പാണെന്ന് പറയാം. ആ പടപ്പുകളുടെ കൂട്ടത്തിൽ ആരാന്ന് എനിക്കറിയില്ല. അതാണ് എന്റെ മറുപടി. അതാണ് മഹാനവറുകൾ പറഞ്ഞത്, മുത്തുനബിയെ കുറിച്ചുള്ള അറിവ്, മബ്ലഗുൽ ഇൽമ് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ ഇൽമ്. നബിതങ്ങളെ പറ്റി പരമാവധി നമുക്കറിയാവുന്നത് അന്നഹു ബശറു, നബിതങ്ങൾ ആരല്ല, പടച്ചോനല്ല, അവിടുന്ന് ഒരു പടപ്പാണ്, മനുഷ്യനാണെന്ന് അറിയാം. അതിന്റെ അപ്പുറത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് നമുക്കറിയില്ല. എന്നിട്ട് മഹാനവറുകൾ ഈ വരി പദ്യം ഉണ്ടാക്കി. ഖസീദത്തുൽ ബുർദയിലെ ഒരു വരി. അത് എപ്പോഴും നിങ്ങൾ പാടുന്ന, നിങ്ങൾക്ക് അറിയാവുന്ന, കേൾക്കുന്നവര്. അപ്പൊ ഈ വരി പദ്യം ഉണ്ടാക്കിയിട്ട് പിന്നെ വരി കിട്ടുന്നില്ല. കാരണം ഇതിന് ഫിറ്റായത് കിട്ടണ്ടേ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഇതിനോട് ഇനിയിപ്പോ ചേർത്തി വെക്കുന്നത് നബിതങ്ങളെ പറ്റി നമുക്ക് പരമാവധി അറിയാവുന്നത്, നബിതങ്ങൾ ഒരു മനുഷ്യനാണ്, പടച്ചോനല്ല എന്ന് മാത്രമേ. നബിതങ്ങളെ പറ്റി ഒരാൾ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പരമാവധി പറയാൻ കഴിയുന്നത് നബിതങ്ങൾ പടച്ചോനല്ല എന്നാണ് എന്ന് പറഞ്ഞാൽ പിന്നെ ആരാ? നബിതങ്ങൾ വലിയ ആലിമാണ്. ഇത്ര ചെറുതായിപ്പോയി അല്ലേ? ആ പറഞ്ഞതൊന്നും നമ്മൾ ഇത്ര ചെറുതായിപ്പോയി. നബിതങ്ങൾ പടച്ചോനല്ല, ഒരു പടപ്പാണ്. ആ പടപ്പുള്ള കൂട്ടത്തിൽ ആരാണ്? നബി ഒരു പണ്ഡിതനാണ്. കഴിഞ്ഞില്ലേ കഥ? ചെറുതായി പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ധീരനാണ്. ഇപ്പുറത്തെ വരി പറ്റൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൽസ്വഭാവിയാണ്. മതിയോ? പോരാ. അപ്പൊ എന്താ? ഇതുപോലത്തെ ഒരു വാക്ക് പുറത്തും വരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി നമുക്ക് പരമാവധി പറയാൻ പറ്റുന്നത് പടച്ചോനല്ല, ഒരു പടപ്പാണ്. പടപ്പുള്ള കൂട്ടത്തിൽ ആരാണ് പറയാൻ കഴിയുന്നില്ല. അങ്ങനെ ഇതിനെ ഫിറ്റായ അരവരി പദ്യം കിട്ടാതെ ടെൻഷൻ അടിച്ച് ബഹുമാനപ്പെട്ട ഇമാം ബൂസിരി അങ്ങ് കിടന്നപ്പം വരുന്നു സ്വപ്നത്തിൽ സയ്യിദുൽ വജൂദ് ത്വഹാ റസൂലുള്ളാഹി. സുഹൃത്തെ, മുത്തുനബിയുടെ പൊരുത്ത് എത്ര ഉണ്ട് എന്ന് ചിന്തണം. ഈ ചെയ്ത വേലയിലൊക്കെ ഇമാം ബൂസീരി നടത്തിയ ഖിദ്മയിൽ ഹബീബിന്റെ പൊരുത്ത് എത്ര ഉണ്ട് എന്ന് ചിന്തിക്കണം. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് വലിയ സംഗതിയാണ്. സ്വപ്നം കണ്ടു. അള്ളാഹുവിന്റെ ഹബീബ് ഇമാം ബൂസീരി തങ്ങളോട് ചോദിച്ചു, എന്തിനാണ് ഹബീബെ അങ്ങ് വിഷമിക്കുന്നത്? എന്തിനാണ് അങ്ങ് വിഷമിക്കുന്നത്? ഇമാം ബൂസീരി തങ്ങൾ തങ്ങളോട് ചോദിക്കുക, എന്തോ ഒരു ടെൻഷൻ ഉണ്ടല്ലോ നിങ്ങൾക്ക്, എന്താ നിങ്ങളെ വിഷയം? ഇമാം ബൂസീരി പറഞ്ഞു, നബിയെ തങ്ങളെപ്പറ്റി ഇങ്ങനെ മദ്ഹ് പറഞ്ഞു വന്നപ്പോ അവസാനത്തെ ഒരു വാക്ക് പറഞ്ഞു, അങ്ങ് പടച്ചോനല്ല, ഒരു മനുഷ്യനാണെന്നേ പറയാൻ കഴിയുള്ളൂ. അതിൽ പിന്നെ ഞാൻ ഏത് നോക്കിയിട്ടോ ആ വാക്കിനോട്, അതിന്റെ ആശയത്തോട് കനം കുറഞ്ഞു പോവുകയാണ്. തങ്ങൾ ചെറുതായി പോവാണ്. ഞാൻ എന്ത് വെച്ചിട്ടും ഇനി അതിന് പറ്റാവുന്ന ഒരു അരവരി പദ്യം കിട്ടണം, അപ്പോഴല്ലേ ബെയ്ത്ത് പൂർത്തിയാവുള്ളൂ.
ഞാൻ കഴിയാതെ വിഷമിച്ചു എന്ന് പറഞ്ഞപ്പോ, എനിക്ക് കിട്ടാതെ വിഷമിച്ചു എന്ന് പറഞ്ഞപ്പോ മുത്തുനബി പറഞ്ഞു, എന്നാൽ നിങ്ങൾ എഴുതി കൊടുത്തോ നിങ്ങളെ പേജിൽ എന്ന് പറഞ്ഞിട്ട് മുത്തുനബി അങ്ങ് പാടിക്കൊടുത്തു. അത് ഇമാം ബുസീരിയുടെ വരിയാണ്, പകുതി. എന്നിട്ട് മുത്തുനബി പാടിക്കൊടുത്തു, അന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിമീ, അവിടുന്ന് അള്ളാന്റെ പടപ്പുകളിൽ ഏറ്റവും ഉത്കൃഷ്ടനായ പടപ്പാണ്. അതിന് പറ്റിയ വാക്കായി. അള്ളാന്റെ റസൂലിനെ പറ്റി എത്രേ പറയാൻ പറ്റും? പടച്ചോനല്ല, പടപ്പള കൂട്ടത്തിൽ ആരാണ്? പടപ്പള കൂട്ടത്തിൽ ഏറ്റവും മഹാനായ ആള്, അതിലെല്ലാം പെട്ടു. അപ്പൊ അത് ഇതിനനുസരിച്ചുള്ള ആക്കായി. പടപ്പള കൂട്ടത്തിൽ ഏറ്റവും മഹാനായ ആള്. ഇത് മുത്തുനബി പറഞ്ഞു കൊടുത്തതാ. അതുകൊണ്ടാണ് ഇമാം ബുസീരി ബുർദയുടെ ഓരോ വരിക്കും ജവാബ് ചൊല്ലണം എന്ന് നിർദ്ദേശിച്ചു. ആ ജവാബ് ഏതാ? മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ഈ ജവാബിന്റെ അർത്ഥം അറിയാത്തവരുണ്ടാവില്ല. മൗലായ, എന്റെ രക്ഷിതാവായ പടച്ചോനെ, സ്വല്ലി, നീ സ്വലാത്ത് ചൊരിയണം, സ്വല്ലി വസല്ലിം, നീ സലാമും ചൊരിയണം, നീ സ്വലാത്തും സലാമും ചൊരിയണം, അബദ, എക്കാലം സദാ നീ സ്വലാത്തും സലാമും ചൊരിയണേ, അലാ ഹബീബിക, നിന്റെ ഹബീബിന്റെ മേലില്, നിന്റെ ഹബീബിന്റെ മേലിൽ നീ സ്വലാത്തും സലാമും ചൊരിയണേ എന്ന് പറഞ്ഞാൽ സ്വലാത്തും സലാമും ചൊല്ലാണ് ഈ ജവാബിലൂടെ. നമ്മൾ ചൊല്ലുന്ന ജവാബുകളൊക്കെ സ്വലാത്തുകളാധികം. മുത്തുനബിയുടെ പേരിലുള്ള സ്വലാത്താ. സ്വലാത്തും വതസ്ലീമും വസകാത്ത തഹിയ്യത്തി, അതും സ്വലാത്ത് തന്നെയാണ്. യാ റബ്ബി സ്വല്ലി അലൻ നബിയ്യ മുഹമ്മദ്, അതും സ്വലാത്ത് തന്നെയാണ്. ഒക്കെ സ്വലാത്താണ്. പക്ഷേ ഇത്രയും കാലമായിട്ട് ചൊല്ലിയിട്ട് ചിലപ്പോ ഇമക്ക് തീരെ ആലോചിക്കാത്തവരുണ്ടാവും ഇതെന്താ സാധനം. അപ്പൊ അതുകൊണ്ട് പറഞ്ഞതാണ്, മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദ, എന്നും നിത്യമായി മുത്തുനബിയുടെ പേരിൽ സ്വലാത്തും സലാമും ചൊല്ലണം. പടച്ചോനെ നീ നൽകണം, അലാ ഹബീബിക, നിന്റെ പ്രിയപ്പെട്ട നബിയുടെ മേലില് എന്ന് പറഞ്ഞിട്ട് ആ നബിതങ്ങൾക്കൊരു സിഫത്ത്, ആ നബിതങ്ങൾക്കൊരു വിശേഷണം എന്ത് പറയണം? ജവാബില് മഹാനവറുകൾ കൂടുതൽ ആലോചിച്ചില്ല. നബൂവത്തിന്റെ തിരുനാക്കിൽ നിന്ന് സ്വപ്നത്തിലൂടെ കിട്ടി അതെന്നെ ആയിക്കോട്ടെ. എന്തെങ്കിലും അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം, അതേ ഗുണാണ് അവിടെ വെച്ചു കൊടുത്തത്. ഖൈറിൽ ഖൽഖി, അത് നബിതങ്ങളുടെ നാക്കിൽ നിന്ന് കിട്ടിയതാ. അതിലും വലിയൊരു സിഫത്ത്, വിശേഷണം ഇനി നബിക്ക് പറയാനില്ല. അതെന്നെ അങ്ങോട്ട് കൊടുത്തു, അത് തന്നെ അങ്ങ് കൊടുത്തു. ഇതാ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് ഒരു മനുഷ്യനാണ്. മനുഷ്യരിലാര്? പടച്ചോനല്ല, പിന്നെ ആര്? പടപ്പള കൂട്ടത്തിൽ ഏറ്റവും ഉത്കൃഷ്ടനായ പടപ്പ്. അതാ മറുപടി. പടപ്പുകളുടെ കൂട്ടത്തിൽ ഉന്നതങ്ങൾ കണ്ടെത്താൻ സാധിക്കാത്ത മഹാനാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നു. കുറെ മുമ്പ് വായിച്ച ഒരു വരി, കുറെ മുമ്പ് വായിച്ചു പോയ ഒരു വരി ഞാൻ ഇങ്ങനെ ഓർക്കുന്നു. അഹദോ അഹ്മദ് കെ ദർമിയാൻ സിർഫ് മീം കാ ഫർഖ് ഹൈ. കുറെ മുമ്പ് വായിച്ചു പോയതാണ്. അഹദോ അഹ്മദ് കെ ദർമിയാൻ സിർഫ് മീം കാ ഫർഖ് ഹൈ. അഹദിന്റെയും അഹ്മദിന്റെയും ഇടയിലുള്ള വ്യത്യാസം കേവലം മീമിന്റെ വ്യത്യാസമാകുന്നു. അഹദ് അല്ലാഹുവാണ്, അഹ്മദ് മുത്തുനബിയാണ്. അഹദും അഹ്മദും തമ്മിലുള്ള വ്യത്യാസം ഒരു മീമിന്റെ വ്യത്യാസമാണ്. അന്ന് ഞാനതിങ്ങനെ വായിച്ചപ്പോ എന്താ ഈ പറയുന്ന ആശിക്യങ്ങൾ അങ്ങനെയൊക്കെ പറയും. മുത്തുനബിയോട് സ്നേഹങ്ങൾ കൂടുമ്പോ അങ്ങനെയൊക്കെ പറയും. ഒരു മീമിന്റെ വ്യത്യാസമേ ഉള്ളൂ പറഞ്ഞാൽ നമ്മളൊക്കെ സാധാരണ പറയാണ്ട് ഒരു അക്ഷരത്തിന്റെ മാറ്റമുള്ളൂ എന്നല്ലേ, എന്നതുപോലെയാണ് അതിനെ കരുതിയത്. എന്നതുപോലെയാണ് കരുതിയത്. അഹദിന്റെയും അഹ്മദിന്റെയും ഇടയിലുള്ള വ്യത്യാസം മീമിന്റെ വ്യത്യാസമാണെന്ന് പറഞ്ഞപ്പോ ഒരനക്കം മാറ്റേ ഉള്ളൂ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പടച്ചോനും തമ്മില് എന്നാണ് അന്ന് മനസ്സിലാക്കിയിരുന്നത്. പക്ഷെ അല്ല. ഈ പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയോ? മുത്തുനബിയും അള്ളാഹു ഇതൊക്കെ പറയുമ്പോ ഇതൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യാറുണ്ട്? പലരും ഇത്തരം വരികൾ എടുത്തിട്ട് എന്ത് ചെയ്യാറുണ്ട്? പടച്ചോനെ റസൂലുള്ളാഹിനെ ഒരുപോലെ ആക്കി എന്ന് പറയാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞേ, ഇതിന്റെ അർത്ഥം എന്തല്ല, അള്ളാഹു റസൂൽ ഇത്ര അനക്കം മാറ്റമുള്ളൂ എന്നല്ല. പിന്നെന്താ, ഒരനക്കം മാറ്റേ നമുക്ക് തോന്നുള്ളൂ, അത് വലിയ മാറ്റാണ്. അതാണ് പറഞ്ഞതിന്റെ അർത്ഥം. അത് വലിയ മാറ്റാണ്. അഹദും അഹ്മദും തമ്മിൽ ഒരു മീമിന്റെ വ്യത്യാസമേ ഉള്ളൂ, പക്ഷെ അത് വലിയ മാറ്റാണ്. അങ്ങനെയല്ലേ? ഹാലിക് ഖാലിക് അല്ലെ, വലിയ വ്യത്യാസമുള്ളൂ. മാറ്റം എത്രയാ? ഹാലിക് എന്ന് പറഞ്ഞാല് ശരിക്കും മുടി കളയുന്ന ആള് എന്നാണ് അതിന്റെ അർത്ഥം. മുടി വെട്ടുന്നയാള്, ബാർബർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇത് ഹാലിക്. എന്നാലോ ഖാലിക് എന്ന് പറഞ്ഞാലോ സൃഷ്ടാവായ തമ്പുരാൻ അല്ലെ. ഒരു പുള്ളി വ്യത്യാസപ്പെട്ടപ്പോഴേക്ക് അർത്ഥം വല്ലാതെ മാറി. അങ്ങനെയാണ്. മീമിന്റെ വ്യത്യാസമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ആ മീമിന്റെ വ്യത്യാസത്തില് ലോകം മൊത്തം മാറിപ്പോകും. അതാ വിഷയം. അപ്പൊ അതെന്താണ്? പടച്ചോനാണ് അള്ളാഹു, നബിയോ പടപ്പാണ്.
പടച്ചോനല്ല, പടപ്പാണ്. പടപ്പുള്ള കൂട്ടത്തിൽ ഏറ്റവും അത്യുന്നതൻ, പക്ഷെ പടപ്പാണ്, പടച്ചോനല്ല കേട്ടോ ഒരിക്കലും. പടച്ചോനല്ല, പടപ്പാണ്. പടപ്പുകളുടെ കൂട്ടത്തിൽ ഏറ്റവും അത്യുത്തമൻ. അതെന്തിനാ മീമുക്ക ഫറഖ് ഹേ എന്ന് പറഞ്ഞത്? കറക്റ്റ് ഇമാം ബൂസീരി തങ്ങൾ പറഞ്ഞ ആശയാണിത്. മനുഷ്യനാണ്. കുറെ കഴിഞ്ഞതിന്റെ ശേഷം അതിന്റെ ഒരു വിശദീകരണം കാണാനിടയായി. മീമിന്റെ വ്യത്യാസം അഹദിന്റെ അഹമ്മദിന്റെ ഇടയിലുള്ളൂ എന്ന് പറഞ്ഞാൽ, മീം എന്ന് പറയുന്നത് മനുഷ്യനെ സൂചിപ്പിക്കുന്ന ശബ്ദമാണ്. മീം എന്നത് മനുഷ്യനെ സൂചിപ്പിക്കുന്ന ശബ്ദമാണ്. കാരണം മനുഷ്യൻ എന്നതിന് ഏകദേശ ഭാഷകളിലൊക്കെ മീം കൊണ്ടാണ് തുടക്കം. മനുഷ്യൻ എന്ന പദം ഉപയോഗിക്കാൻ ഏകദേശം ഭാഷകളിലൊക്കെ മീം കൊണ്ടാ തുടക്കം. മലയാളത്തിൽ എന്തായാലും അങ്ങനെ തന്നെ, മനുഷ്യൻ മീമാണ് തുടങ്ങുന്നത്. ഇംഗ്ലീഷില് മാൻ എന്ന് പറയുമ്പോൾ മീമുണ്ടാകും. ഉറുദുവിലും പാർസിയിലും മർദ് എന്ന് പറയുമ്പോൾ അതിൽ മീമുണ്ട്. എല്ലാം അങ്ങനെയാണ്. അതുപോലെ തന്നെ അറബിയില് മർഅ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്നാണ് അർത്ഥം. മർഅ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്നാണ് അർത്ഥം. കഴിഞ്ഞില്ല, അവിടെയും അവസാനിക്കുന്നില്ല. ഇനി സംസ്കൃതത്തില് മർത്യൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്നാണ് അർത്ഥം. അവിടെ ഒക്കെ ഉണ്ടൊരു മീം, എല്ലായിടത്തും കാണാൻ കഴിയും. ഇതാണ് അഹദോ അഹ്മദ് കെ ദർമിയാൻ സിർഫ് മീം കാ ഫർഖ് ഹേ എന്ന് പറഞ്ഞ മനുഷ്യനാണ് മുത്തുനബി, പടച്ചോനല്ല. ഇത്രേ പറയാൻ കഴിയുള്ളൂ. പടപ്പുള്ള കൂട്ടത്തില് നമുക്ക് പറയാൻ കഴിയാത്ത ഒരു വലിയ പടപ്പ്, അതാണ് സയ്യിദുന അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ആരാണ് മുത്തുനബിക്ക് പറയാൻ കഴിയില്ല? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്. ആരാ മുത്തുനബി എന്ന് എന്നെ കൊണ്ട് പറയാൻ കഴിയില്ല. അങ്ങനെ തന്നെ വലിയ അത്ഭുത ലോകത്തേക്കാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അത് സഞ്ചരിക്കുന്നത്, ആ യാത്ര പോകുന്നത്. അതുകൊണ്ട് നമ്മുടെ സമയം കഴിഞ്ഞു തുടങ്ങുന്നു, നീട്ടിക്കൊണ്ടു പോകാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കും. ബഹുമാനപ്പെട്ട തങ്ങള്, ഇന്നിപ്പോ നമ്മളെ ദുആന്റെ ദിവസമാണ്, ഖത്ം ദുആന്റെ ദിവസമാണ്. 2 മാസം കൂടുമ്പോ നമ്മൾ ഖത്മ തീർക്കുന്ന പരിപാടിയാണ്. അൽഹംദുലില്ലാ, റബീഉൽ അവ്വൽ മാസത്തിലേക്ക് ഇങ്ങനെ കടക്കുമ്പോ അത് വരിക എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമാണ്. തങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട് എന്നാ പറഞ്ഞത്. ഈ ഒറ്റ വിഷയം കൂടാൻ പറയാം, എന്നിട്ട് തങ്ങൾക്ക് വേദി കൈമാറി കൊടുക്കും. ബഹുമാനപ്പെട്ട സയ്യിദുന അലി റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് വരും. എവിടെയാണ്? സത്യത്തില് ബഹുമാനപ്പെട്ട സയ്യിദുന ഉമർ റളിയല്ലാഹു അൻഹു തങ്ങളുടെ അടുത്ത് ഒരാള് വന്നു. ഉമർ റളിയല്ലാഹുവിന്റെ അടുത്ത് ഒരാള് വന്നിട്ട് പറഞ്ഞു, ഉമർ റളിയല്ലാഹുവിനോട് എനിക്ക് അള്ളാന്റെ റസൂലിനെ പറ്റി ഒന്ന് പറഞ്ഞു തരണം. അല്ലിംനി അഖ്ലാഖ റസൂലിക്, നിങ്ങളെ റസൂലിന്റെ സ്വഭാവ ഗുണങ്ങൾ, അവിടുത്തെ മദഹുകള് ഒന്ന് പറഞ്ഞു തരുമെന്ന് ചോദിച്ചു. പഠിപ്പിച്ചു തരുമെന്ന് ചോദിച്ചു. അപ്പൊ ചോദിച്ചു, റസൂലുള്ളാഹിയുടെ വിശിഷ്ടമായ സ്വഭാവങ്ങൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരേ? കഴിയൂല. അത് എങ്ങനെ ഞാൻ പറഞ്ഞു തരാനാ? റസൂലുള്ളാഹിയെ ഞാൻ പറഞ്ഞാൽ പൂർത്തിയാകൂല. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യും, എന്നേക്കാൾ അത് അറിയാവുന്ന ഒരാളെ ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ അദ്ദേഹത്തിന്റെ അടുത്ത് പോയിക്കോളൂ എന്ന് പറഞ്ഞു ഉമർ റളിയല്ലാഹു അൻഹു. ഞാൻ പലപ്പോഴും തിരക്കിനിടയിൽ പല ഏർപ്പാടുകളുമായിട്ട് നടക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പള്ളിയിൽ നിന്ന് കാണും, സദസ്സുകളിൽ നിന്ന് കാണും, പലപ്പോഴും സംസാരിക്കും. നബി തങ്ങളെ മനസ്സിലാക്കാനും കഴിഞ്ഞിട്ട്, എന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ടൊക്കെ മാറി നിൽക്കുന്ന ഘട്ടങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, ഞാൻ നിങ്ങൾക്ക് അതിലേറെ ഫിറ്റായ ഒരാളെ പറഞ്ഞുതരാം. നബി തങ്ങളുടെ കൂടെ ഹബീബിന്റെ ഒപ്പം നടന്നിരുന്ന ഒരാള്, ഹബീബിന് നിഴലില്ലായിരുന്നു, ആ നിഴലിന് പകരായിരുന്നു എന്ന് പറയാൻ പറ്റുന്ന രൂപത്തിൽ ഒപ്പം നടന്നിരുന്ന ഒരാളുണ്ട്. അതാരാണ്? ഒപ്പം നടന്നിരുന്ന ഒരാള് അതാരാന്ന് ചോദിക്കുമ്പം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചാൽ മതി. നമ്മൾ ബിലാൽ റളിയല്ലാഹുവിനോട് ചോദിച്ചാൽ പറഞ്ഞു. കാരണം ബിലാൽ റളിയല്ലാഹു എപ്പോഴും ഒപ്പ, പള്ളിയിലെ ഉസ്താദും പള്ളിയിലെ മല്ലാക്കിയാണല്ലോ അല്ലെ, ബാക്കുന്ന ആളും ഇമാമും എപ്പോഴും ഒപ്പായിരിക്കും. അപ്പൊ അതുകൊണ്ട് കൂടുതൽ റസൂലുള്ളാഹിന്റെ സ്വഭാവം എന്നേക്കാളേറെ അറിയ ബിലാൽ റളിയല്ലാഹുവിനാ. നിങ്ങൾ ബിലാൽ റളിയല്ലാഹുവിന്റെ അടുത്ത് പോകണം. ബിലാൽ റളിയല്ലാഹുവിന്റെ അടുത്ത് എന്നപ്പോ പറഞ്ഞു, പള്ളിയിൽ വരുമ്പോഴും പുറത്തുള്ളപ്പോഴും ഒക്കെ ഞാൻ ഒപ്പം ഉണ്ടാവാറുണ്ട്, എനിക്ക് പറയാൻ കഴിയും. പക്ഷെ നബിതങ്ങൾ വീട്ടിന്റെ ഉള്ളിലാകുമ്പോഴുള്ള കഥയും കൂടെ കിട്ടാൻ നിങ്ങൾക്ക് കൂടുതൽ നല്ല ഒരാളെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ബീവി ഫാത്തിമയുടെ അടുത്ത് പോയിക്കോന്ന് പറഞ്ഞു. അങ്ങനെ ഫാത്തിമ ബീവിയുടെ അടുത്ത് ചോദിച്ചപ്പോ പറഞ്ഞു, എനിക്ക് അള്ളാഹുവിന്റെ ഹബീബിനെ കുറിച്ച് പറയാനറിയാം, അകത്തുള്ളതും കൂടെ പറയാനറിയാം. വീട്ടിന്റെ ഉള്ളിൽ മക്കളോട് എങ്ങനെയായിരുന്നു, ഭാര്യമാരോട് എങ്ങനെയായിരുന്നു എന്നൊക്കെ പറയാൻ എനിക്കറിയാം. പുറത്തുള്ള കാര്യങ്ങളും കുറെയൊക്കെ അറിയാം, പക്ഷെ നിങ്ങളെ പോലെ അറിയില്ല. കാരണം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ
പെൺമക്കളോ റസൂലുള്ളാഹിയുടെ ഭാര്യമാരോ ഒരാൾ പോലും പള്ളിക്ക് വരാറില്ലായിരുന്നു. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു അങ്ങനെയൊന്നും എനിക്കറിയില്ല. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു റസൂലുള്ളാഹിന്റെ ഭാര്യമാരോ റസൂലുള്ളാഹിന്റെ പെൺമക്കളോ ഒരാൾ പോലും പള്ളിയിൽ വന്നത് ഞാൻ കണ്ടിട്ടില്ല, എനിക്കറിയില്ല. അതുകൊണ്ട് ആ പെണ്ണ് പള്ളിയിലേക്ക് വരരുത് എന്ന് പറഞ്ഞത് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. അപ്പോൾ ആ ചില സാധുക്കൾ പറയല് ഇമാം ഷാഫിക്ക് അറിയില്ല എന്നല്ലേ ഉള്ളൂ, ഞങ്ങൾക്ക് അറിയല്ലോ എന്ന്. ചില സാധുക്കൾ അങ്ങനെ പറയാറുണ്ട്, ഇമാം ഷാഫിക്ക് അറിയില്ല എന്നല്ലേ ഉള്ളൂ, ഞമ്മക്ക് അറിയല്ലോ. അതാണ് ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞിരുന്നു. ഒരിക്കല് വളരെ പ്രായമുള്ള ഒരു ഉസ്താദ് ഇതിനോട് പ്രതികരിച്ചത് ഞാൻ മുമ്പ് ഒരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ട ഒരു പ്രതികരണമാണ്. വളരെ പ്രായമുള്ള ഒരാൾ ആ സദസ്സ് അദ്ദേഹത്തിന്റെ സദസ്സിൽ വെച്ചിട്ട് സ്ത്രീ പള്ളി പ്രവേശനം ചർച്ചക്ക് വന്നപ്പോ ഒരു തലതിരിഞ്ഞ ഒരു മൗലവി അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ചർച്ച ചെയ്യാം. ഈ വിഷയം ആരോ പറഞ്ഞപ്പോ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, റസൂലുള്ളാഹിന്റെ പെൺമക്കളോ റസൂലുള്ളാഹിന്റെ ഭാര്യമാരോ ഒരാളും പള്ളി വന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. അറിയാണെങ്കിൽ അവരായിരുന്നല്ലോ, അതൊരു പുണ്യകർമായിരുന്നെങ്കിൽ അവരായിരുന്നല്ലോ വരേണ്ടിയിരുന്നത് എന്ന് പറഞ്ഞപ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അത് കേൾക്കേണ്ട താമസം. അൽഹംദുലില്ലാഹ് ബഹുമാനപ്പെട്ട തങ്ങൾ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉസ്താദ് അവിടെ ചർച്ച ഇയാൾ എടുത്തിട്ടപ്പോ പറഞ്ഞു ഇമാം ഷാഫി തങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ? അപ്പൊ ഈ മൗലവി പറഞ്ഞു ഇമാം ഷാഫി കണ്ടിട്ടില്ല, മൂപ്പർക്ക് അറിയില്ല എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഈ ഉസ്താദ് നർമ്മ ഭാഷയിൽ ഇദ്ദേഹത്തോട് ചോദിച്ചു. അതാ ഞാൻ പറഞ്ഞത്, എനിക്ക് മറക്കാത്തൊരു ഓർമ്മയാണ്. വളരെ പ്രായമുള്ള ഒരാളാ. ആ ഉസ്താദ് അങ്ങനെ പറയുന്നത് നമ്മൾ ഒരിക്കലും വിചാരിച്ചല്ല. ഈ ഉസ്താദ് വളരെ സിമ്പിൾ ആയിട്ട് ഇയാളോട് ചോദിച്ചു ഇമാം ഷാഫി തങ്ങൾ കണ്ടിട്ടില്ല എന്നുള്ളത് ശരിയാണ്, എൻഡ്യൂട്ടി എവിടെയും കണ്ടിണോന്ന് ചോദിച്ചു അയാളോട്. എന്നാ എൻഡ്യൂട്ടി എവിടെയെങ്കിലും കണ്ടിണോ? അയാളെ ആ ഭാഷയെ ചോദിച്ചതാണ്. എൻഡ്യൂട്ടി എവിടെയും കണ്ടിണോ എന്ന് പറഞ്ഞെന്നാ നമുക്ക് കേൾക്കായിരുന്നു. റസൂലുള്ളാഹിന്റെ ഭാര്യമാരോ പെൺകുട്ടികളോ പള്ളിയൊക്കെ പോയതായിട്ട് ഷാഫി ഇമാം കണ്ടിട്ടില്ല. ശരി, എൻഡ്യൂട്ടി എവിടെയും കണ്ടിട്ടുണ്ടോ ചോദിച്ചു. അയാൾ തലയാണ് താത്തി. കാരണം ഇതിനൊന്നും പറയാനില്ല, ഇന്നും ഉത്തരം പറയാൻ കഴിയാതെ കിടക്കുന്ന ചോദ്യമാണ്. ശത്രുക്കൾക്ക്, ഈ വാദക്കാർക്ക്, ഈ വാദഗതിക്കാർക്ക്, പെണ്ണുങ്ങളെ പള്ളിയിലേക്ക് എഴുന്നള്ളിക്കുന്ന വാദഗതിക്കാർക്ക് ഉത്തരം പറയാൻ കഴിയാത്ത ചോദ്യമാണ് എന്നും അത്. അപ്പൊ അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി പറഞ്ഞു ഞാൻ പള്ളിയിലും പുറത്തൊന്നും ഉണ്ടാകാറില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അതും കൂടെ പറയാൻ പറ്റുന്ന, വീട്ടിന്റെ അകത്തും പുറത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവ ഗുണങ്ങൾ പറയാൻ പറ്റുന്ന ഒരാളെ ഞാൻ പറഞ്ഞുതരാം. അയാളോട് ചോദിച്ചാൽ സംഗതി ഫിറ്റാവും. ആ മനുഷ്യനെ പോലെ റസൂലുള്ളാഹിനെ പറ്റി അവതരിപ്പിക്കാൻ പറ്റിയ ഒരാളില്ല. ആരാന്ന് ചോദിച്ചപ്പോ ബീവി ഫാത്തിമ പറയുന്നത്, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ അവരുടെ ഭർത്താവ് അലി ഇബ്നു അബീ താലിബിന്റെ പേര് താലിബിന്റെ അടുത്ത് വരുന്നത് ഒരു ജൂതനാണ്. ആ ജൂതൻ വന്നിട്ട് പറഞ്ഞു അല്ലിംനി അഖ്ലാഖ റസൂലിക്. ഉടനെ തന്നെ ഈ ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ താലിബ് പറയാണ്, ശരി, ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാം. പക്ഷേ എനിക്ക് ആദ്യം അതിന്റെ മുമ്പ് പറയാനുള്ളത് സിഫ്ലി ഹാദിഹി ദുനിയ ഹത്താ അസ്ഫ ലക അഖ്ലാഖ റസൂലില്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഭാവ ഗുണങ്ങൾ നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരാൻ നിൽക്കട്ടെ. അതിന്റെ മുമ്പ് ഒരു കാര്യം വേണം. ഈ ദുനിയാവ് എനിക്കൊന്ന് പറഞ്ഞു തരണം. ഇതിന്റെ ചിത്രീകരണം ലോകത്തെ ആള്. അപ്പൊ ഈ ജൂതൻ പറഞ്ഞു അതെങ്ങനെയാ പറയാൻ കഴിയും? ഈ ലോകത്ത് എന്തൊക്കെ സാധനം ഉണ്ട് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? നമ്മളെ പൊരന്റെ ഉള്ളതാന്ന് പറയാൻ കഴിയുമോ? നാട്ടിലുള്ളത് എന്താന്ന് പറയാൻ കഴിയുമോ? നമ്മളെ ജില്ലക്കുള്ളിൽ അള്ളാഹു വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാന്ന് എണ്ണി പറയാൻ കഴിയും? ഭൂമിക്കുള്ളിലുള്ളതും മേലുള്ളതും ഒക്കെ എല്ലാം കൂടെ പറയാൻ അത് വളരെ പ്രയാസാണല്ലോ തങ്ങളെ. അതൊരാൾക്ക് പറയാൻ കഴിയൂല. ഈ ദുനിയാവിൽ എന്തൊക്കെയാ അള്ളാഹു ചെയ്തിരിക്കുന്ന അനുഗ്രഹം എന്ന് പറയാൻ കഴിയൂല. അപ്പോഴാണ് അലി ഇബ്നു അബീ താലിബ് പറഞ്ഞത്, എങ്കിൽ ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാം. പക്ഷേ എനിക്ക് ആദ്യം അതിന്റെ മുമ്പ് പറയാനുള്ളത് അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഭാവ ഗുണങ്ങൾ നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരാൻ നിൽക്കട്ടെ. അതിന്റെ മുമ്പ് ഒരു കാര്യം വേണം. ഈ ദുനിയാവ് എനിക്കൊന്ന് പറഞ്ഞു തരണം. ഇതിന്റെ ചിത്രീകരണം എനിക്കൊന്ന് നൽകണം. ഈ ലോകത്ത് എന്തൊക്കെയാണുള്ളത്?
അപ്പൊ ഈ ജൂതൻ പറഞ്ഞു അതെങ്ങനെയാ പറയാൻ കഴിയും? ഈ ലോകത്ത് എന്തൊക്കെ സാധനം ഉണ്ട് എന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? നമ്മളെ പരന്റെ ഉള്ളിലുള്ള എന്താന്ന് പറയാൻ കഴിയോ? നാട്ടിലുള്ളത് എന്താന്ന് പറയാൻ കഴിയോ? നമ്മളെ ജില്ലക്കുള്ളിൽ അള്ളാഹു വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാന്ന് എണ്ണി പറയാൻ കഴിയും? ഭൂമിക്കുള്ളിലുള്ളതും മേലുള്ളതും ഒക്കെ എല്ലാം കൂടെ പറയാൻ അത് വളരെ പ്രയാസാണല്ലോ തങ്ങളെ, അതൊരാൾക്കും പറയാൻ കഴിയൂല. ഈ ദുനിയാവിൽ എന്തൊക്കെയാ അള്ളാഹു ചെയ്തിരിക്കുന്ന അനുഗ്രഹം എന്ന് പറയാൻ കഴിയൂല. അപ്പോഴാണ് അലി ഇബ്നു അബീ ത്വാലിബ് പറഞ്ഞത് എങ്കിൽ ഇനി തുടങ്ങാം. ഈ ദുനിയാവിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയൂല എന്നാങ്ങൾ പറയുന്നത്. എന്നാൽ അതിനെപ്പറ്റി എന്റെ ഖുർആൻ പറയുന്നത്, അള്ളാഹിന്റെ ഖുർആൻ പറയുന്നത് ഉൽ മതാഉ ദുനിയാ ഖലീൽ, ദുനിയാവിലെ അനുഗ്രഹങ്ങൾ വളരെ വളരെ തുച്ഛമാണ്. ഖലീൽ, ഈ ഖലീലായ ഈ അനുഗ്രഹം പോലും നിങ്ങൾക്ക് പറഞ്ഞു തീർക്കാൻ കഴിയില്ലെങ്കിൽ നബിയെ തങ്ങൾ മഹത്തായ സ്വഭാവത്തിന്റെ ഉടമയാണെന്ന് ഖുർആൻ പറഞ്ഞ തിരുനബിയുടെ സ്വഭാവ ഗുണങ്ങൾ, അള്ളാഹു തങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ വളരെ അപാരമായ അനുഗ്രഹമാണ് എന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയ മുത്തുനബിയുടെ അനുഗ്രഹങ്ങൾ ഞാൻ പറഞ്ഞു തീർക്കണം നിങ്ങൾ പറഞ്ഞാൽ നടക്കൂല കേട്ടോ. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് ആദ്യം ഈ ചോദ്യം ചോദിച്ചത്. ഈ ദുനിയാവ് നിങ്ങൾക്ക് എനിക്ക് ചിത്രീകരിച്ചു തരാൻ കഴിയില്ലെങ്കിൽ മുത്തുനബിയെയും ചിത്രീകരിക്കാൻ കഴിയില്ല. ബറക്കത്തിന് എന്തെങ്കിലുമൊക്കെ കുറച്ച് പറയാം, നമുക്ക് ഗുണം കിട്ടാൻ. ആ പണിയാണ് ഇന്നത്തെ ക്ലാസ്സിലും ഇവിടെ നടത്തിയത്. മുത്തുനബിയെ കുറിച്ച് കുറച്ച് മദ്ഹ് പറഞ്ഞു. ഇൻഷാ അല്ലാഹ് മുത്തുനബിയെ പരാമർശിക്കുന്ന ആയത്തുകൾ തന്നെ ഓതിയിട്ട് മുത്തുനബിയെ കുറിച്ച് ധാരാളം പറയണം. മുത്തുനബിയെ മഹബത്ത് വെച്ചിട്ട് ജയിച്ചവരുടെ കഥ പറയണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തവസ്സുലാക്കിയിട്ട് രക്ഷപ്പെട്ടവരുടെ കഥ പറയണം. മദീനത്തേക്ക് നമ്മുടെ ഖൽബ് പോകണം. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മളിൽ പലരും നമ്മളോട് യാത്ര പറഞ്ഞ് മദീനയിലേക്ക് തിരിച്ചിട്ടുണ്ട്. ഈ റബീഉൽ അവ്വൽ മാസത്തിലെ വലിയ കാര്യമാണ്. അവരൊക്കെ നമുക്ക് വേണ്ടി ദുആ ചെയ്യും. നമ്മുടെ കുമ്മാളി അബൂ ഹാജി ഇന്നലെ പുറപ്പെട്ടു, കുടുംബസമേതം പുറപ്പെട്ടു, ഉംറയ്ക്ക് വേണ്ടി പുറപ്പെട്ടു. ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല മഖ്ബൂലും മബ്റൂറുമായ ഉംറ നിർവഹിക്കാൻ തൗഫീഖ് നൽകട്ടെ. മർദിയായ സിയാറത്തിന് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തആല എല്ലാ സന്തോഷങ്ങളും നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് തിരുനബിയുടെ മീലാദാഘോഷ പരിപാടികളിൽ നിങ്ങളൊക്കെ സജീവമാവണം. നാട്ടിലെ മൗലിദാഘോഷ പരിപാടിയിൽ പങ്കെടുക്കണം, ഘോഷയാത്രയിൽ പങ്കെടുക്കണം. അതൊന്നും കുട്ടികളെ പരിപാടിയാക്കി തള്ളിക്കളയരുത്. അതുപോലെ തന്നെ പള്ളിയിൽ നടക്കുന്ന 12 ദിവസത്തെ മൗലിദ്, അധിക പള്ളികളിലും ഉണ്ടാവും, ചില പള്ളിയിൽ 30 വരെ ഉണ്ടാവും. 12 ദിവസം പള്ളിയിൽ, പിന്നെ വീടുകളിൽ, അങ്ങനെയൊക്കെയാണ് പഴയ കാലത്തെ മൗലിദ്. അതങ്ങനെ തന്നെ നമ്മളൊക്കെ. അതുപോലെ നമ്മളെ വീട്ടില് ഒരു ഹദീസും അതിന്റെ ഈരടികളുമെങ്കിലും നമ്മളെ മക്കൾ, പെണ്ണുങ്ങളും കുട്ടികളൊക്കെ ഇരുന്ന് ചെല്ലുന്ന ഒരു ചുറ്റുപാടൊക്കെ ഉണ്ടാക്കുക. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ മാസം വരുമ്പോൾ നമ്മളെ ഖൽബ് ഉണരണം. റബീഉൽ അവ്വൽ വന്നതും അറിഞ്ഞില്ല പോയതും അറിഞ്ഞില്ല എന്നുള്ള മട്ടാവരുത്. റബീഉൽ അവ്വൽ കണ്ട് വരുമ്പോഴേക്ക് ഉറക്കുന്നുണരുന്നമാതിരി ഞെട്ടിയും ഉണരണം. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദിലുള്ള സ്മരണ കൊണ്ട് നമ്മുടെ ഹൃദയത്തിന് ജീവൻ വെക്കണം. അതാണ് ഞാൻ പാടിയത്. ഇമാം ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങൾ പാടിയ വരി ഞാൻ നിങ്ങളെ പാടി കേൾപ്പിച്ചു. നമുക്ക് ആ പദ്യം ചൊല്ലി റബീഉൽ അവ്വലിനെ വരവേറ്റ് നമുക്ക് മനസ്സുകൊണ്ട് തിരുനബിയെ മദ്ഹ് ചെയ്യാനൊന്ന് ഒരുങ്ങി നമുക്ക് അവസാനിപ്പിക്കാം. അഹിയാ റബീഅൽ ഖൽബി ശഹറുൽ മൗലിദി കുല്ലൽ അനാമി ബിദിക്രി മൗലിദി അഹ്മദി യാ റബ്ബി റബീഉൽ ഖൽബ്, ഹൃദയ വസന്തത്തിന് ജീവൻ വെപ്പിച്ചു. അഹിയാ റബീഅൽ ഖൽബി, ഹൃദയ വസന്തത്തിന് പുതുജീവൻ നൽകി. ശഹറുൽ മൗലിദി, തിരുപ്പിറവി മാസം മനുഷ്യരുടെ ഹൃദയത്തിന് ജീവൻ വെപ്പിച്ചു. മനുഷ്യരുടെ മാത്രമല്ല, കുല്ലലനാം എല്ലാ പടപ്പുകളുടെയും ഹൃദയങ്ങൾക്ക് പുതുജീവൻ നൽകി. ബിദിക്രി മൗലിദി അഹ്മദി, നമ്മൾ നേരത്തെ പഠിച്ച അഹ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അഹദും അഹ്മദും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞില്ലേ? അഹ്മദ് നബി തങ്ങളുടെ ആ മൗലിദിന്റെ സ്മരണ കൊണ്ട്, ആ ജന്മദിനം ഓർക്കലുകൊണ്ട്, ആ ജന്മം ഓർക്കലുകൊണ്ട്, അവിടുത്തെ തിരുപ്രകീർത്തനങ്ങൾ ഓർക്കലുകൊണ്ട് അതാ എല്ലാ ഹൃദയങ്ങൾക്കും പുതുജീവൻ വരുന്നു. റബീഉൽ അവ്വൽ മാസം വന്നു കിടക്കുന്നതോടുകൂടെ അത് നമുക്ക് ശരിക്കും ആഘോഷിക്കാൻ കഴിയണം. അഹിയാ റബീഅൽ ഖൽബി ശഹറുൽ മൗലിദി കുല്ലൽ അനാമി ബിദിക്രി മൗലിദി അഹ്മദി അല്ലാഹ് വലി നിഅമൽ വലി
صلوا على هذا النبي محمد صلوا على هذا النبي محمد صلوا على هذا النبي محمد اللهم صل وسلم وبارك عليه إن شاء الله. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളെ ആദരപൂർവ്വം നമ്മുടെ ഖത്ം ദുആ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മഹാനവറുകളെ ക്ഷണിക്കുകയാണ്. എല്ലാവരും ദുആ കഴിഞ്ഞിട്ടേ പോകാവൂ. അൽഹംദുലില്ലാഹ് ഒരുപാട് ആളുകൾ അവരുടെ ഹാജത്തുകൾ കഴിഞ്ഞ പ്രാർത്ഥനയിൽ സഫലമായതായിട്ട് പറയുകയുണ്ടായി. അല്ലാഹു തആല എല്ലാ ഹാജത്തുകളും അല്ലാഹു വീട്ടി തരട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുന്നു. അസ്സലാമു അലൈക്കും.